ജോയിസ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ ശാലിനി ഷിജു ആണ്. US നിന്ന് ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജോയിസ് ടി വിയിലേക്ക് തൻ്റെ അനുഭവം ഷെയർ ചെയ്യുന്നതിനായി ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ് സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? അതെ, സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ. കർത്താവ് വിടുവിച്ചതായ വലിയൊരു വിടുതലിൻ്റെതായ അനുഭവം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ അനുഭവം ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അപ്പാ. ഹല്ലേലൂയ. അങ്ങ് എത്ര വലിയവനായ ദൈവമാണ്. ഹല്ലേലൂയ. അപ്പാ, അങ്ങ് ഞങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെയും അങ്ങയുടെ സന്നിധിയിൽ ഹല്ലേലൂയ കർത്താവെ വിവരിക്കേണ്ടതിന് ഹല്ലേലൂയ പകൽക്കാലം കർത്താവെ പ്രിയ സഹോദരിയുമായി അടിയനടുത്ത് വന്നിരിക്കുന്ന അങ്ങയുടെ സാന്നിധ്യത്തിനുള്ളിൽ അപരിശുദ്ധാത്മാവിൻ്റെ നിറവിലിരുന്ന് കർത്താവെ ഹല്ലേലൂയ ജീവിതാനുഭവം ഷെയർ ചെയ്യുവാൻ അങ്ങ് സഹായിച്ചാട്ട്. നമ്മുടെ കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞാട്ട്. ഇൻ്റർനെറ്റിനെയും എല്ലാത്തിനെയും കൂടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ലോർഡ് സിസ്റ്റർ. കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിൻ്റെ അനുഭവത്തെ സിസ്റ്റർ ഷെയർ ചെയ്യാവുന്നതാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ശാലിനി. ഞാൻ USA മിഷിഗണിൽ താമസിക്കുന്നു. ദൈവനാമത്തിൽ എൻ്റെ സാക്ഷ്യം പറയുവാൻ എനിക്ക് തന്നിരിക്കുന്ന ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ 116 സങ്കീർത്തനം വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 116 സങ്കീർത്തനം ഇപ്രകാരം പറയുന്നു: യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയും ഉള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു. ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്ക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ഞാൻ വലിയ കഷ്ടതയിൽ ആയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു എന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുക കഴിക്കും. എന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. യഹോവേ, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ചു. യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങളിലും യെരൂശലേമേ നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുക കഴിക്കും. യഹോവയെ സ്തുതിപ്പീൻ. സ്തോത്രം. ഹല്ലേലൂയ. ഈ സാക്ഷ്യത്തിന്റെ ഓരോ വാക്യങ്ങളും എൻ്റെ ഈ സങ്കീർത്തനത്തിന്റെ ഓരോ വാക്യങ്ങളും എൻ്റെ സാക്ഷ്യമാണ്. ഒരു ജ്ഞാനായ യാക്കോബായ കുടുംബത്തിൽ 3 പെൺകുട്ടികളിലെ മൂത്ത മകളായിട്ട് ജനിക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. എൻ്റെ മാതാപിതാക്കന്മാരും മറ്റുള്ള എല്ലാ ബന്ധുക്കളിൽ നിന്നും വളരെ സ്നേഹ വാത്സല്യങ്ങൾ വളർന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ. എല്ലാത്തിനും വളരെ സ്വാതന്ത്ര്യവും എല്ലാവരും വളരെ വാത്സല്യത്തോടെ വളർത്തുകയും ചെയ്ത ഒരു മകളായിരുന്നു ഞാൻ. പഠിക്കാൻ അത്യാവശ്യം മിടുക്കിയായി. ഓക്കെ. ഞാൻ തിരുവല്ലയിൽ തോട്ടഭാഗത്താണ് ജനിച്ചത്. അപ്പം അവിടെ ഞാൻ പറഞ്ഞതുപോലെ 3 പെൺകുട്ടികളിൽ മൂത്ത മകളായിട്ടാണ് ജനിക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നത്. അത്യാവശ്യം പഠിക്കുവാനൊക്കെ മിടുക്കിയായിരുന്നത് കൊണ്ട് തന്നെ മൂത്ത മകളായിരുന്ന എന്നെക്കുറിച്ച് എൻ്റെ മാതാപിതാക്കന്മാർക്ക് വളരെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷകൾ എല്ലാം ഇങ്ങനെ കൂട്ടിവെച്ചിരുന്ന സമയത്താണ് 18 വയസ്സ് കഴിഞ്ഞ സമയത്ത് എൻ്റെ മുഖത്ത് പലപ്പോഴായിട്ട് നീര് വരികയും എനിക്ക്
ശരീരത്തിന് വളരെ ക്ഷീണം അനുഭവിക്കുകയും ചെയ്യുന്ന അവസരങ്ങളുണ്ടായി. അങ്ങനെ ആ അവസ്ഥയിൽ പല ഡോക്ടർമാരെ കൊണ്ട് കാണിക്കുകയും അവർക്കൊന്നും എന്താണെന്ന് കാര്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ വയ്യാത്ത ഒരവസ്ഥയിൽ കൂടെ പോകുവാൻ എൻ്റെ ജീവിതത്തിൽ കൂടെ ഇടയായി. അങ്ങനെ അനേക ഡോക്ടർമാരെ കാണുകയും എന്താണ് ഇതിനൊരു ഉത്തരമില്ലാതെ എൻ്റെ മാതാപിതാക്കന്മാർ വളരെ ഭാരപ്പെട്ടിരുന്ന ഒരു കാലയളവാണ് ഇത്. 2001 സംഭവിക്കുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു തിരുവല്ല പ്രദേശത്തുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസിൽ പത്തനംതിട്ടയിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുവാനായിട്ട് ചേർന്നു. അങ്ങനെ ഇരുന്ന സന്ദർഭത്തിൽ ഈ നീര് വല്ലപ്പോഴും വരുന്ന നീര് പിന്നീട് ഫസ്റ്റ് സെമസ്റ്റർ ആയപ്പോഴത്തേക്ക് നീര് വന്നാൽ പിന്നെ പോകത്തില്ല. ഞാൻ ഒത്തിരി വെയിറ്റും ലൂസ് ചെയ്തു. അപ്പൊ എല്ലാവരും പറഞ്ഞു അന്ന് കോളേജിലോട്ട് പോകാൻ നല്ല ദൂരമുണ്ട്, പിന്നെ ഞങ്ങളുടെ കോളേജിൽ മലയുടെ മുകളിൽ, അപ്പൊ കയറി ഇങ്ങനെ നടന്നു പോയി. അപ്പം എല്ലാവരും ഒത്തിരി ക്ഷീണിക്കുക എടുക്കുക അതിൻ്റെ കൊണ്ടാണെന്ന് വിചാരിച്ചു. എന്നാൽ ഈ മുഖത്തെ നീര് വന്നാൽ പോകാത്ത ഒരവസ്ഥയായി. അപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാതെയായി. അങ്ങനെ ഒരു ദിവസം എൻ്റെ പരീക്ഷയാണ് പിറ്റേ ദിവസം. അപ്പോൾ കുറച്ചു നേരം പഠിച്ചിട്ട് ഞാൻ അമ്മയുടെ അടുക്ക പറഞ്ഞു, എനിക്ക് വളരെ ക്ഷീണമുണ്ട്, ഞാൻ കിടക്കാൻ പോയി, എനിക്കിനിയും വായിക്കാനുണ്ട്, അമ്മ എന്നെ രാവിലെ ഒരു 3 മണിയാകുമ്പോൾ വിളിക്കണമെന്നോ. ഞാൻ പറഞ്ഞു, നീ ഒന്ന് കിടക്ക്, വയ്യാതിനി പഠിക്കണ്ടെന്ന് പറഞ്ഞു. എന്തോ ഒരു ശരീരത്തിന് വല്ലാത്ത അസ്വസ്ഥത പോലെ തോന്നി. അങ്ങനെ ഞാൻ കിടന്നുറങ്ങി. അമ്മ എന്നെ ഒരു 3-3:30 ആയപ്പോൾ വന്ന് വിളിച്ചു. അമ്മ എന്നെ വിളിച്ചതും അമ്മ അങ്ങ് കരയാൻ തുടങ്ങി പെട്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അമ്മ കരയുന്നു? അപ്പം പറഞ്ഞു, നീ നിന്റെ മുഖം കണ്ണാടി നോക്കാൻ പറഞ്ഞു. കണ്ണാടി നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് തന്നെ എന്റെ മുഖം കാണത്തില്ല. കാരണം എൻ്റെ കണ്ണും വായും ഒന്നും കാണാൻ വയ്യാത്ത പോലെ മുഖം വല്ലാതെ നീര് വെച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുവാനായിട്ടിടയായി. അമ്മ പറഞ്ഞു, മോളെ നീ പഠിക്കണ്ട, നീ കിടക്ക, ഞാൻ കോളേജില് പ്രിൻസിപ്പളിനെ വിളിച്ചു പറയാം, ഇത്രയും വയ്യാതെ നീ ഇന്ന് പരീക്ഷയ്ക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ അവിടെ കിടത്തി അപ്പുറത്തെ മുറിയിലോട്ട് കൊണ്ടുപോയി കിടത്തി. എനിക്ക് ഇളയ 2 അനിയത്തിമാരാണ്, അവരപ്പോൾ ഉണത്തണ്ടെന്ന് പറഞ്ഞ അപ്പുറത്തെ മുറിയിൽ അമ്മ എന്നെ കൊണ്ട് കിടത്തി. എൻ്റെ അമ്മ വളരെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. തനിക്ക് അറിയാവുന്ന സത്യത്തിൽ വളരെ പ്രാർത്ഥിക്കുന്ന ഒരമ്മയായിരുന്നു. എൻ്റെ മാതാപിതാക്കന്മാർ രണ്ടുപേരും ഭക്തരായ മനുഷ്യരായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് അമ്മ പറഞ്ഞു, നീ കിടന്നു. അപ്പം ഞാൻ ഈ മയക്കത്തിൽ അമ്മയുടെ പ്രാർത്ഥന എനിക്ക് കേൾക്കാം. സൈഡിൽ ഇരുന്ന് അമ്മ ഇങ്ങനെ കരയുന്നതും പ്രാർത്ഥിക്കുന്നതും. അന്ന് എനിക്കിതൊരു ദർശനമാണെന്ന് അറിയത്തില്ലായിരുന്നാൽ ഇന്ന് അതൊരു ദർശനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നല്ല ആഴത്തിലുള്ള ഉറക്കത്തിലായി കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് കാണുകയാണ്, ഇങ്ങനെ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് എൻ്റെ അടുക്കലേക്ക് വരുന്നു. എന്നിട്ട് അത് വന്ന് എന്നെ കൊണ്ടുപോകാനായിട്ട് വരുന്ന ആ സന്ദർഭത്തിൽ പെട്ടെന്ന് ഈ അപ്പുറത്തെ സൈഡിൽ ഞാൻ ഈ അമ്മയുടെ കരച്ചിലും പ്രാർത്ഥനയും, ഞാൻ നല്ല ഉറക്കത്തിൽ കേൾക്കുന്ന അപ്പുറത്തെ സൈഡിൽ അമ്മയുടെ പ്രാർത്ഥനയും കരച്ചിലും കേൾക്കും. ഇത് കേട്ടോണ്ട് പെട്ടെന്ന് ഞാൻ കാണുകയാണ് ഈ ദൂതനെ മുകളിൽ നിന്നൊരു കമാൻഡ് പോലെ ലഭിക്കുക, നീ തിരിച്ചു വരിക, കം ബാക്ക്, അവളുടെ സമയമായിട്ടില്ല എന്ന് പറയും. അപ്പൊ ദൂതൻ എൻ്റെ അടുക്ക വന്ന് എൻ്റെ ഷോൾഡറെ വന്ന് പോലാണ് എനിക്ക് തോന്നുന്നത്. ആ തൊടുന്നതിന് മുമ്പേ ഈ ഒരു കമാൻഡ് കേൾക്കുകയും ഇദ്ദേഹം തിരിച്ചു. അപ്പം ഇത് സ്വപ്നമാണെന്നുള്ള വിചാരമില്ല, ഞാൻ വിചാരിക്കുന്നത് ഞാൻ യാഥാർത്ഥ്യത്തിൽ കാണുന്നത് പോലെയാണ്. അത്ര നമ്മൾ TV-യിൽ എങ്ങനെ കാണുന്നു അതുപോലെ വളരെ റിയൽ ആയിട്ടാണ് അന്നത് കണ്ടത്. ഞാൻ പെട്ടെന്ന് ചാടി ദൂതൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം അമ്മ പ്രാർത്ഥനയും കഴിഞ്ഞ് പോയിട്ട് മണിക്കൂറുകളായി. പക്ഷെ എൻ്റെ ഉറക്കത്തിൽ ഞാൻ കണ്ട സ്വപ്നം എനിക്ക് വളരെ യാഥാർത്ഥ്യമായി തോന്നി. ഞാനത് പറയുവാനുള്ള കാരണം, ഇനി മുന്നോട്ടുള്ള എൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു അമ്മയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ദൈവസന്നിധിയിലുള്ള നിഷ്കളങ്കമായ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരുന്ന ദൈവമാണ്. നമ്മൾ ഹൃദയംഗമായി യേശു കർത്താവിനെ വിളിക്കുന്നുവെങ്കിൽ അവൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അന്ന് എൻ്റെ അമ്മ അങ്ങനെ പ്രാർത്ഥിച്ചു, ഈ സ്വപ്നം കണ്ടു. അതിനുശേഷമുള്ള ദിവസങ്ങൾ ഈ പ്രാർത്ഥനയുടെ ഒരു ഉത്തരമാണ് എൻ്റെ ജീവിതം. ഹല്ലേലൂയ. അതിനുശേഷം എന്നെ വേറെ ഡോക്ടേഴ്സിനെ എല്ലാം കൊണ്ട് കാണിക്കുകയും അങ്ങനെ കോട്ടയത്ത് ആരാണ്ടൊക്കെ പറഞ്ഞു, ഇനി ഹോർമോൺസിൻ്റെ എന്തെങ്കിലും ചേഞ്ച് ആയിരിക്കും എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ ഒരു നല്ല ഡോക്ടറാണെന്ന് ഡോക്ടറിനെ കൊണ്ട് കാണിക്കാനായിട്ട് പോയി. അപ്പം എൻ്റെ മാതാപിതാക്കന്മാർക്ക് കുമ്പനാട്ട് കടയാണ്. അപ്പം 2 പേർക്കൂടെ ഒരിക്കലും എന്നെ കൊണ്ടുപോകാനൊക്കത്തില്ല. അപ്പം അപ്പ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, അപ്പയാണ് എല്ലായിടത്തും എന്നെ കൊണ്ടുപോയത്. അമ്മ കട നോക്കി. അപ്പം അപ്പ എന്നെ അവിടെ കൊണ്ടുപോവുകയും ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടറിനെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു, ചെസ്റ്റിൻ്റെ എക്സ്റേ എടുത്തോണ്ട് വരും.
അപ്പൊ ഇത്ര ഒരു വർഷത്തോളമായി ഞങ്ങൾ പല ഡോക്ടേഴ്സിന്റെ അടുക്ക പോയെങ്കിലും ആരും ഒരു എക്സ്റേ എടുക്കാനോ അങ്ങനെയൊന്നും ചെയ്തില്ല എന്നെ കൊണ്ട്. പെട്ടെന്ന് എക്സ്റേ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. എക്സ്റേ എടുത്തു കഴിഞ്ഞ് ഇതൊക്കെ എൻ്റെ ഫാദർ പറഞ്ഞുള്ള അറിവാണ് എനിക്കുള്ളത്. അപ്പായുടെ ടെക്നീഷ്യൻ മാറ്റി നിർത്തി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മോളെ വേണമെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവെക്കോ, അവളുടെ ചെസ്റ്റിന്റെ ഇടയിലുള്ള നമുക്കെല്ലാം ഇതുണ്ട്, ഗ്ലാൻസ് ഉണ്ട്, ഒരു ഗ്ലാൻഡ് ഒരു ബലൂൺ പോലെ വലുതായി, അടുത്ത ഗ്ലാൻഡും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിനെന്തോ കാര്യമായ തകരാണ്, കുഞ്ഞിനെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എവിടെയെങ്കിലും പെട്ടെന്ന് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പായിക്ക് എന്നോട് പറയാൻ പറ്റത്തില്ല, പറയാൻ വയ്യാതെ വേദന കടിച്ചമർത്തി എന്നെ കൊണ്ട് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, മോള് പുറത്തോട്ടൊന്നിരിക്കെ, അപ്പായും അമ്മയും കല്യാണം കഴിച്ചു കഴിഞ്ഞ സമയത്തെ ചില പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. അപ്പം ഇതെന്തോ എന്നിൽ നിന്ന് മറയ്ക്കാനുള്ളതാണെന്നൊന്നും അറിയാനുള്ള ബുദ്ധിയൊന്നും അന്നില്ല. 10-18 വയസ്സുള്ളൂ, നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ലല്ലോ ഒരിക്കലും. അപ്പൊ എന്നോട് പറഞ്ഞു, മോള് പുറത്തോട്ടേക്ക്, ഞാൻ അപ്പായുടെ 10 മിനിറ്റ്. അപ്പം പിന്നീട് അപ്പ ഉണ്ടായി, ഡോക്ടർ പറഞ്ഞു അവൾക്ക് ഒന്നീ ട്യൂബർകുലോസിസ് ഭയങ്കരമായിട്ട് കൂടി, TB വളരെ കൂടി എല്ലായിടത്തും വ്യാപിച്ച് മരണകരമായിട്ടുള്ള അവസ്ഥയാണ്, അല്ലെങ്കിൽ ക്യാൻസറിന്റെ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഏതെങ്കിലും സ്റ്റേജ് ആണെന്ന് പറഞ്ഞു. അത് കേട്ട് എൻ്റെ ഫാദർ തകർന്ന് ഒന്നും പുറത്തു വന്ന് കാണിച്ചില്ല. അപ്പായെ ഞാൻ ഇന്നും ഓർക്കുന്നു, എന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ചില്ലായിരുന്നു, എന്നെ കൊണ്ട് പുറത്തു പോയി കഴിക്കാൻ പോയിട്ട് ഫുഡ് മേടിച്ചിട്ട് അന്ന് അറിയത്തില്ല, ഫുഡ് മേടിച്ചിട്ട് അപ്പ എനിക്ക് വാരി തന്നു. അപ്പം 18-19 വയസ്സുള്ളപ്പോൾ പബ്ലിക് പ്ലേസിൽ നിന്ന് അപ്പം വാരി തരുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് അന്നതൊരു നാണക്കേട് പോലെ തോന്നി. പക്ഷെ അപ്പായുടെ മനസ്സിന്റെ വേദനയായിരുന്നു, ഇനി മോക്ക് ഒരു ചോറ് വാരി കൊടുക്കാനോ ഒരു ഉരുള വാരി കൊടുക്കാൻ പറ്റുമോ എന്ന് ഹൃദയത്തിൽ ഈ ഡോക്ടറിൽ നിന്ന് കേട്ട ഡയഗ്നോസിന്റെ വേദനയോടെ ഞങ്ങളോട് പറയാതെ ആണ് എൻ്റെ ഫാദർ എന്നെ അത്രയും ഡ്രൈവ് ചെയ്ത് തിരിച്ചു വിട്ടു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ ടെസ്റ്റുകളെല്ലാം ചെയ്യണം, അങ്ങനെ മറ്റുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്തു. എനിവേ ലോങ് സ്റ്റോറി ഷോർട്ട്, ഞാൻ ചുരുക്കത്തിൽ ആ ഭാഗം പറഞ്ഞു പോവുകയാണ്. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട്, എൻ്റെ ഫാദർ ഒമാനിൽ സലാല എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോലി ചെയ്തപ്പോൾ ഞാൻ അവിടാണ് പഠിച്ചത്. 2ാം ക്ലാസ് വരെ ഞാൻ അവിടാണ് പഠിച്ചതും വളർന്നതും. അപ്പോൾ അവിടെ ആയിരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്കുള്ള ഒരു ഫാമിലി ഫ്രണ്ട് ട്രിവാൻഡ്രത്തു നിന്ന് അങ്കിള് വിളിക്കുകയും ആൻറ്റി വിളിച്ച് ഇങ്ങനെ പറഞ്ഞ് അങ്കിളും പിന്നെ വിളിക്കുകയും അപ്പോഴാണ് എൻ്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പം അങ്കിള് പെട്ടെന്ന് പറഞ്ഞു, എനിക്കിവിടെ ഡോക്ടേഴ്സിനെ പല കണക്ഷനുണ്ട്, നീ എത്രയും പെട്ടെന്ന് മോളുടെ റിപ്പോർട്ട് എനിക്ക് അയച്ചതാ, ഞാനിവിടെ ഡോക്ടേഴ്സിനെ കാണിക്കാം. പെട്ടെന്ന് ഡോക്ടേഴ്സിനെ എല്ലാം പുള്ളി കാണിച്ചിട്ട് 2001 ഓഗസ്റ്റ് 18 പെട്ടെന്ന് എൻ്റെ ഫാദറിനൊരു കോള് വന്നിട്ട് അങ്കിള് പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെയും കൊണ്ട് വാ, TB ആണെങ്കിൽ മെഡിക്കൽ കോളേജ് ആണ് അതിന് നല്ല ഓപ്ഷൻ, അതല്ല ക്യാൻസറിൻ്റെ എന്തെങ്കിലും ആണെങ്കിൽ RCC ആണ് അതിനുള്ള ഏറ്റവും നല്ല സ്ഥലം, ട്രീറ്റ്മെൻറ്റ് എടുക്കാം, നീ എളുപ്പം എന്ന് വാ. അപ്പോൾ ഡോക്ടറിനെ ഞാനൊരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. ഡോക്ടർ VP ഗംഗാധരൻ, നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, അത് VP ഗംഗാധരനെയാണ് കാണാനായിട്ട് എന്നെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ്. അപ്പം പെട്ടെന്ന് അങ്കിള് പറഞ്ഞു കൊണ്ടുവരണം, തിങ്കളാഴ്ച, അന്നൊരു ശനിയാഴ്ച, നമ്മൾ ഡോക്ടറിനും തിങ്കളാഴ്ച വരത്തുള്ളൂ, ശനിയാഴ്ച അദ്ദേഹം എന്തോ ഒരു ജോലിയുടെ പരമായിട്ട് കോൺഫറൻസിന് പുള്ളി അന്ന് വൈകിട്ട് ഫ്ലൈ ചെയ്യുക. അപ്പം പുള്ളിയുടെ വീട്ടിൽ ചെന്ന് കാണുവാണെങ്കിൽ പുള്ളി കാണാമെന്ന് പറഞ്ഞു പോകുന്നതിന് തൊട്ട് മുമ്പേ. അങ്ങനെ ധൃതി വെച്ച് തിരുവല്ലായിൽ നിന്ന് തിരുവനന്തപുരം വരെ പെട്ടെന്ന് ഓടിച്ച് ചെന്ന് അദ്ദേഹത്തെ കണ്ടു. ഡോക്ടറിന്റെ അന്ന് വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ, നമ്മൾ സാധാരണ കാണുന്നത് പോലെ ഡോക്ടേഴ്സിന്റെ പേരും അതിന്റെ സ്പെഷ്യാലിറ്റി എഴുതി വെക്കുമല്ലോ, അദ്ദേഹത്തിന്റെ വീടിന് അങ്ങനെ പുള്ളിയുടെ പേര് മാത്രമേ ഉള്ളൂ, പുള്ളിയുടെയോ വൈഫിന്റെയോ സ്പെഷ്യാലിറ്റി ഒന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പം ഈ രോഗം എന്താണെന്ന് പറയാത്തവർക്ക് അത് പുള്ളി എന്തോത്തിന്റെ ഡോക്ടറാണ് ഇപ്പൊ അറിയാം, അന്ന് പുള്ളി ഇപ്പൊ ഫേമസ് ആയതുകൊണ്ട് ആൾക്ക് അറിയാം, പക്ഷെ അന്ന് അങ്ങനെ എഴുതി വെച്ചിട്ടില്ലായിരുന്നു ഡോക്ടറിന്റെ പേര്. അപ്പൊ എനിക്ക് ഒരു ഊഹമില്ല, ഒരു ഡോക്ടറെ കാണാൻ പോകുന്നു എന്നുള്ള ആഘത്തോടെ പോയി ഡോക്ടർ അപ്പായെയും അങ്കിളിനെയും വിളിച്ച് ഇതെല്ലാം കണ്ടിട്ട് സംസാരിച്ചു. ഡോക്ടറിന്റെ വൈഫിന്റെ അടുക്കൽ എന്നെ ആക്കിയിട്ട് പറഞ്ഞു, മോൾ ആന്റിയോട് കുറച്ച് നേരം സംസാരിച്ചിരിക്കും, എന്നെ എല്ലാം പരിശോധിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു ഊഹം, ഹോട്ട്കിൻസ് ലിംഫോമ എന്ന് പറയുന്ന ലിംഫ് നോഡ്സിന് ബാധിക്കുന്ന ഒരു ക്യാൻസർ ആണ് നിങ്ങളുടെ മകൾക്ക് എന്ന് എനിക്ക് തോന്നുന്നു. ലിംഫോമ ആണ്, ഹോട്ട്കിൻസ് ആണോ നോൺ ഹോട്ട്കിൻസ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല, അത് ബയോപ്സി ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ. ഹോട്ട്കിൻസ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, നോൺ ഹോട്ട്കിൻസ് ആണെങ്കിൽ ഓൾറെഡി ഇനി അവർക്ക് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം ഇത് തുടങ്ങിയിട്ട് ഡോക്ടറിന്റെ ഇതിൽ ഒരു 1.5 വർഷമെങ്കിലുമായി നമുക്ക് ഡയഗ്നൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല, പലയിടത്തും കൊണ്ടുപോയിട്ടും ആരും ഡയഗ്നൈസ് ചെയ്തില്ല. അങ്ങനെ പെട്ടെന്ന് തിങ്കളാഴ്ച ദിവസം അദ്ദേഹം ബയോപ്സിക്ക് എഴുതി, എൻ്റെ ബയോപ്സി കഴിഞ്ഞു, ഓഗസ്റ്റിലെല്ലാം എടുത്തു, സെപ്റ്റംബറിലാണ്
എനിക്ക് ഹോട്ട്കിൻസ് ലിംഫോമ 3rd സ്റ്റേജ് ക്യാൻസർ, ലിംഫ് നോഡ്സിനെ ബാധിക്കുന്ന ക്യാൻസർ ആണെന്ന് അറിയുവാനായിട്ടിടയായത് 19 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ കൂടെ എല്ലാം ഞാൻ കടന്നുപോയി. എൻ്റെ മാതാപിതാക്കന്മാർക്ക് എനിക്ക് എന്താ അസുഖമെന്ന് പറഞ്ഞില്ല. ഈ എൻ്റെ അപ്പായുടെ പെങ്ങള് ഇവിടെ അമേരിക്കയിൽ കാലിഫോർണിയ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. ആൻറ്റിക്ക് ഞാൻ താമസിച്ചെന്ന് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം അയച്ചു കൊടുത്ത ഒരു ഫയല് അദ്ദേഹത്തിൻ്റെ ഡെസ്ക്ടോപ്പിൽ ഞാൻ കണ്ട കൗതുകം തോന്നി. എൻ്റെ പേര് കണ്ടുകൊണ്ട് ഞാൻ അത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അസുഖത്തിൻ്റെ വിവരങ്ങളെല്ലാം എഴുതി ആൻറ്റിക്ക് അയച്ചു കൊടുത്തത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ അസുഖം ഇതാണെന്ന് അറിയുവാൻ തുടങ്ങിയത്. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് 19 വയസ്സിൽ അങ്ങനെ ഒരു ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഒരു ഷോക്കിംഗ് ഡയഗ്നോസിസ് ആണ്. ഒരിക്കലും നമ്മളെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ ജീവിതം നിലച്ചു പോയി എന്ന് ഞാൻ വിചാരിച്ച അവസരങ്ങളായിരുന്നു അത്. എന്നാൽ എനിക്കറിയാതെ എൻ്റെ മാതാപിതാക്കന്മാർക്കും എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും വളരെ ഭാരമുണ്ടെന്നതുകൊണ്ട് വീട്ടിലെ മൂത്ത മകളായിരുന്നതുകൊണ്ട് ഞാൻ പലപ്പോഴും കരഞ്ഞില്ല. എന്നാൽ രാത്രിയാമങ്ങളിൽ ഞാൻ ആ അങ്കിളിൻ്റെ വീട്ടിൽ നിന്നാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തത്. അവർ ഹിന്ദുസ് ആയിരുന്നു. അവരുടെ വീട്ടിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തു. അവിടെ താമസിക്കുമ്പം രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് അനേകം മണിക്കൂറിൽ ഞാൻ കരയും. എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊന്നും അറിയത്തില്ല. അമ്മ ചെറുപ്പത്തിലെ സ്വയമായിട്ട് പ്രാർത്ഥിക്കണമെന്നുള്ള രീതികൾ പറഞ്ഞു തന്നുകൊണ്ട് ഒരു യാക്കോബായ കുടുംബത്തിൽ ജനിച്ചെങ്കിലും ദൈവവുമായിട്ട് എനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പം എനിക്കറിയാവുന്ന രീതിയിലെല്ലാം ഞാൻ പറഞ്ഞ് കരയുമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ആൻറ്റി എന്നെ പല അമ്പലങ്ങളിൽ കൊണ്ടുപോയി, അവരുടേതായിട്ടുള്ള ഭക്തിമാർഗങ്ങളിൽ പലയിടത്തും കൊണ്ടുപോയി. അങ്ങനെ എല്ലാം ട്രൈ ചെയ്ത് അവസാനം ഞാൻ ഒരു ദിവസം അവരുടെ വീട്ടിലെ റൂമിൽ, അപ്പം കീമോ തുടങ്ങി, ഡോക്ടർ വന്ന് കീമോ എടുക്കണം, 12 കീമോ 15 റേഡിയേഷൻ എന്ന് പറഞ്ഞു. അങ്ങനെ കീമോ എല്ലാം തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇത് പലതും ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഒരു ദിവസം ഒരു ഉച്ച സമയത്ത് അവരുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് 2001 സെപ്റ്റംബർ ഒക്ടോബർ മാസമാണ്. അവിടെ ഇരിക്കുന്ന ആ സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ ഇനിയിപ്പോഴെനിക്കറിയാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ ഒരു വലിയ അവബോധം തന്നിട്ട് ഇപ്രകാരം എൻ്റെ മനസ്സിൽ വന്നു. ഞാനെല്ലാം ട്രൈ ചെയ്തു, പക്ഷെ ആരും എനിക്കൊരു സമാധാനം തന്നില്ല. അന്ന് ഞാൻ ദൈവസന്നിധിയിൽ പറഞ്ഞു, കർത്താവേ, വേറൊരുത്തിനും രക്ഷയില്ല, യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ എനിക്ക് വേറൊരു രക്ഷയില്ല. അന്ന് ഞാൻ എൻ്റെ ജീവിതത്തെ ആ മുറിക്കുള്ളിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഇനി ജീവിക്കുന്നുവെങ്കിൽ നിനക്കായി, മരിക്കുന്നുവെങ്കിൽ എനിക്ക് നിന്റെ സന്നിധിയിൽ വരണം. നിന്റെ കുഞ്ഞായി നിനക്ക് വേണ്ടി ജീവിച്ച് നിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായിരുന്നാലും എൻ്റെ സമയം ഇവിടെ കഴിഞ്ഞെങ്കിൽ എനിക്ക് നിന്റെ സന്നിധിയിൽ വരണം. ഇല്ല എങ്കിൽ കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് ജീവിക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തരണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ജീവിതത്തെ ദൈവസന്നിധി സമർപ്പിച്ചു. ഞാൻ അന്ന് പറഞ്ഞ്, കർത്താവെ, ഞാൻ സേവിക്കുന്നുവെങ്കിൽ നിന്നെ അല്ലാതെ വേറെ ആരെയും ഞാൻ സേവിക്കത്തില്ല. അങ്ങനെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ അന്നൊരു ഒരു റീഡെഡിക്കേഷൻ എന്ന് ഞാൻ പറയാം. ഞാൻ അറ്റൻഡ് ചെയ്ത, എനിക്കൊന്ന് ഞാനൊരു 6ലോ 7ലോ ഒക്കെ പഠിക്കുമ്പോൾ ഒരു VBSലാണ് ഞാൻ ആദ്യമായിട്ട് രക്ഷിക്കപ്പെട്ടതായിട്ട് ഞാൻ ഓർക്കുന്നത്. എന്നാൽ അതിൻ്റെ ആഴങ്ങൾ എന്താണെന്നൊന്നും അന്ന് അറിയത്തില്ലായിരുന്നു. എന്നാൽ അതിനുശേഷം ദൈവം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അവസരം തന്ന ദൈവസന്നിധി ഞാൻ സമർപ്പിച്ചു. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വരുവാനായിട്ട് തുടങ്ങി. യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരത്തിൽ കൂടെയാണ് ഞാൻ വചനത്തിൽ ഉറയ്ക്കുവാനും വചനത്തിൽ കൂടെ കൂടുതൽ പഠിക്കുവാനും ദൈവം എന്നെ സഹായിച്ചു. അവിടെയുള്ള തിരുവനന്തപുരത്ത് അവിടെ നടക്കുന്ന മീറ്റിംഗ്സുകൾക്ക്, അവിടെ പ്രയർ ടവർ ഉണ്ടായിരുന്നു, അവിടെയുള്ള മീറ്റിങ്ങുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയും അവിടുത്തെ ഇവാഞ്ചലിസ്റ്റുമാർ പലരും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കണ്ടാണ്, ദൈവമേ, നിന്റെ നാമത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടി ഇത്രയും ഭാരത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുമെന്ന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കണ്ടത്. അവരുടെ ആ പ്രാർത്ഥന എനിക്ക് വളരെ പ്രചോദനമായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. അങ്ങനെ അവിടെ ഇങ്ങനെ വചനം പഠിക്കുകയും മീറ്റിങ്ങുകൾക്ക് അറ്റൻഡ് ചെയ്യുക, അങ്ങനെയാണ് ഞാൻ കർത്താവിൽ വളരുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നത്. എന്നാൽ സ്നാനപ്പെടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എന്നെ സംബന്ധിച്ച്. എന്നാൽ 2002 ജാനുവരി മാസം ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ദർശനം തരുവാൻ തുടങ്ങി. ഞാൻ വെള്ളത്തിൽ, വലിയൊരു ആറിനകത്ത് വെള്ളത്തിൽ ഞാൻ ഇറങ്ങുകയും ഞാൻ മുങ്ങുകയും സ്വർഗം തുറക്കുന്നതായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ എൻ്റെ മേൽ വരുന്നതായിട്ടും മലയാളത്തിലും ഇംഗ്ലീഷിലും ഞാൻ ശബ്ദം കേട്ടു, ഗെറ്റ് ബാപ്റ്റൈസ്ഡ്, നീ സ്നാനപ്പെടുക.
അപ്പം ഞാനോർത്ത് എനിക്ക് ചുമ്മാ തോന്നുന്നതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ അതിനെ അവഗണിച്ച് കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയും ഇത് കാണുവാൻ തുടങ്ങി. അവസാനം ഞാൻ ഓർത്തു, ഇല്ല, ഇതെനിക്ക് പറ്റത്തില്ല. കാരണം ഞാൻ ജനിച്ചു വളർന്ന സഭയെ വിട്ട് എൻ്റെ മാതാപിതാക്കന്മാർക്ക് ഒരു മാനക്കേടുണ്ടാക്കി അങ്ങനെ ഞങ്ങളുടെ സഭയിൽ നിന്ന് ഇറങ്ങാൻ എനിക്ക് മനസ്സിലായിരുന്നു. അത് എന്നെ പഠിപ്പിച്ച രീതികൾക്കതെതിരായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് സമ്മതമല്ലായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്നിരുന്ന സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ഒരാഴ്ചയോളം ഞാൻ പിന്നെ കണ്ണടച്ചാലും തുറന്നാലും ഇത് മാത്രം കാണാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞാൻ വിചാരിച്ചു, കർത്താവ്, ഇത് നിന്നുള്ളതാ. ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ച്, അന്നത്തെ അദ്ദേഹം ഇന്നില്ല, ജീസസ് കോൾസിന്റെ അന്നത്തെ തിരുവനന്തപുരം അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ഒരു മാത്യു സാർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടിട്ട് പറഞ്ഞു, സാറേ എനിക്ക് സ്നാനപ്പെടണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മോളെ നീ എന്താ പറയുന്നത്? പ്രായമുള്ളൊരു മനുഷ്യനാണ്, നീ എന്താ പറയുന്നതെന്ന് നിനക്ക് തന്നെ ബോധമുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു ദർശനം കിട്ടി. ഇത് എന്തുവാന്ന് എങ്ങനെയാണെന്ന് വചനപ്രകാരം ഇതിന്റെ ആഴം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്ന പ്രേരണയാണ്. കാരണം ഞാൻ അനുസരണക്കേട് കാണിച്ചിട്ടും ദൈവത്തിന്റെ ആത്മാവിനെ ഹേമിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് എനിക്കിത് ചെയ്തേ പറ്റില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഓക്കെ, നമുക്ക് ചെയ്യാം. നമുക്ക് ദൈവമാണ് നിന്നെ കാണിച്ചെങ്കിൽ ദൈവം അതിനു വേണ്ടിയുള്ള വഴിയും വാതിലും നിനക്ക് ഒരുക്കും. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ഇരിക്കെ, നമുക്ക് വചനമെടുത്ത് അത് എന്തിനാണ് സ്നാനപ്പെടുന്നത് എന്ന് പഠിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു 1.5 മണിക്കൂർ അദ്ദേഹം ക്ലാസ് എടുത്ത് എനിക്ക് വിശദമായിട്ട് വചനപ്രകാരം എന്താണ് സ്നാനത്തിന്റെ ആവശ്യകത എന്ന് എനിക്ക് പറഞ്ഞു തന്നു. അത് മനസ്സിലാക്കുവാനുള്ള ഭാഗ്യം ദൈവന്റെ ജീവിതത്തിൽ തന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, അന്ന് 2001, 2002 കാലഘട്ടങ്ങളിൽ ഒന്നും പെട്ടെന്ന് ഒരു സഭയിൽ നമ്മൾ കയറി ചെന്നാൽ ആളുകൾ നമ്മളെ അന്നത്തെ പാസ്റ്റർമാർ സ്നാനപ്പെടുത്തത്തില്ലായിരുന്നു. അവര് നമ്മള് ശരിക്കും സീരിയസ് ആണോ, നമ്മളെടുത്ത തീരുമാനത്തിൽ നമ്മൾ ഉറപ്പുള്ളവരാണോ എന്നൊക്കെ അറിഞ്ഞ് നമ്മൾ കുറച്ച് നാൾ സഭയിൽ അറ്റൻഡ് ചെയ്ത് അവർ ക്ലാസ് എടുത്ത് അതൊക്കെ കഴിഞ്ഞേ ചെയ്തു. അപ്പം അദ്ദേഹം പറഞ്ഞു, മോളെ, ഈ 2 ആഴ്ചക്കകത്തൊക്കെ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം. അങ്ങനെ പാസ്റ്റർമാരൊന്നും സമ്മതിക്കുക. കാരണം അതൊരു ചുമ്മാ പോയി ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മൾ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്താണോ എന്ന് ഉള്ള ബോധ്യം അവർക്ക് വരാതെ അങ്ങനെ പെട്ടെന്ന് ചെയ്തു തരത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലായി. പക്ഷെ അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ദർശനം കാണിച്ചെങ്കിൽ ദൈവം അതിനുള്ള ആളെയും സ്ഥലവും ഒരുക്കി വെക്കും. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കാം. കുഞ്ഞു പോയി വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വസിച്ചു, ദൈവം എന്നെ കാണിച്ചെങ്കിൽ ദൈവം എനിക്ക് അതിനുള്ള വഴി ഒരുക്കി. ഒരു ശനിയാഴ്ച ഞാൻ പോയാണ് ഈ ക്ലാസ് എല്ലാം എടുത്ത് ഞാൻ വീട്ടിൽ വന്നു. വ്യാഴാഴ്ച ദിവസം മാത്യു സാറ് പറഞ്ഞു, ഇത് വലിയൊരു അത്ഭുതമായിരിക്കുന്നു, എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ഇങ്ങനൊരു ഇത് കണ്ടിട്ടില്ല. ഈ ഞായറാഴ്ച നിന്നെ സ്നാനപ്പെടുത്താൻ ഒരു ചർച്ചും ഒരു പാസ്റ്ററും റെഡിയായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം, ഇങ്ങനെ അസുഖം വന്ന് ഇരിക്കുന്ന ഒരു കുഞ്ഞ് അത് മരിക്കുകയോ ജീവിക്കുകയോ എന്ന് അറിയാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവൾക്ക് അങ്ങനെ ഒരു ദർശനം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്നാനം വിലക്കാൻ നമ്മൾ ആരാണ്? അവളെ സ്നാനപ്പെടുത്താൻ ഒരാളോട് ഞാൻ അതിന് തയ്യാറാണെന്ന്. ആ സഭയിലെ ഉപവാസ പ്രാർത്ഥന ആഴ്ച കൊണ്ട് തീരുമായിരുന്നു. ആ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് അവരുടെ ചർച്ചിലും 2 പേര് സ്നാനപ്പെടാനുണ്ടായിരുന്നു. അങ്ങനെ 2002 ജാനുവരി 26 കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരം തന്നു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് ആത്മാവിൽ അഭിഷേകം പ്രാപിക്കുവാനും ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും മാറി നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം കൊണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ കൊണ്ടോ ദൈവവചനത്തെ നിങ്ങൾ അനുസരിക്കുവാൻ നിങ്ങൾ വിമുഖത കാണിക്കുന്നെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് പ്രചോദനം നൽകുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാൽ മാത്രമേ നമുക്ക് അവൻ്റെ മക്കളാകുവാൻ സാധിക്കത്തുള്ളൂ. മക്കളെങ്കിൽ അവകാശികളെന്ന് നമ്മൾ എപ്പോഴും പറയുന്നില്ലേ? എന്നാൽ അവകാശിയാകണമെങ്കിൽ, മകളാകണമെങ്കിൽ കർത്താവ് പറയുന്ന വചനത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രമാണിച്ച് മാത്രമേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ മുന്നിൽ അത് അസാധ്യമായി, എൻ്റെ മുന്നിൽ അന്നൊരു അസാധ്യമായിട്ടാണ് ഞാനത് കണക്കാക്കിയത്. എൻ്റെ കുടുംബത്തിന് ഞാനൊരു നാണക്കേടാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഇന്ന് ഈ പകൽക്കാലം ഞാൻ നിങ്ങളുമായിട്ട് ഈ സാക്ഷ്യം ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം പറയുന്നു. ഞാൻ അന്ന് കർത്താവിനെ അനുസരിച്ചതിൻ്റെ നന്മ മാത്രമേ ഇന്ന് വരെ എന്നെ പിന്തുടർന്നിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും കഷ്ടതകൾ കൂടെ പോയിട്ടും എനിക്ക് നിലനിൽക്കുവാൻ സാധിച്ചത്. ദൈവം അന്ന് എനിക്ക് ആ ഭാഗ്യം തന്നതിനായി ഞാൻ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. ഇങ്ങനെല്ലാം വന്നെങ്കിലും
എനിക്ക് കീമോ എല്ലാം എടുക്കേണ്ട വന്നു, റേഡിയേഷൻ എല്ലാം കൂടെ പോകേണ്ട വന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു കാര്യമാണ്, കർത്താവ് എന്തുകൊണ്ട് നിനക്കൊരു വാക്കുകൊണ്ട് എന്നെ ഹീൽ ചെയ്യാം അല്ലേ? കർത്താവ് എത്രയോ ഇടത്ത് ആളുകളെ തൊട്ടു, ഒരു വാക്ക് പറഞ്ഞു, പല രീതിയിൽ കർത്താവ് മനുഷ്യരെ സൗഖ്യമാക്കിയിട്ട് കർത്താവിന്റെ ഒരു വാക്ക് മതി നമ്മളെ സൗഖ്യമാക്കാൻ. പക്ഷെ ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യം, നീ ട്രീറ്റ്മെന്റിൽ കൂടെ എല്ലാം പോകണം, അതിനകത്ത് എനിക്കൊരു ഉദ്ദേശമുണ്ട്. അന്ന് തന്നെ ഹൃദയത്തിൽ ഒത്തിരി ഭാരമായിരുന്നു. എന്നാൽ ഇന്ന് എന്തിന് ഞാൻ അതിൽ കൂടെ പോയി എന്ന് ഞാൻ അറിയുന്നു വർഷങ്ങൾക്ക് ശേഷം. ഹല്ലേലൂയ. അങ്ങനെ ട്രീറ്റ്മെന്റിൽ കൂടെ എല്ലാം പോയി. ഏപ്രിൽ മാസം 2002 എൻ്റെ ട്രീറ്റ്മെന്റ് മൊത്തം തീർന്നത്. ട്രീറ്റ്മെന്റിൻ്റെതായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുകളിൽ കൂടെ എല്ലാം പോയി. നിങ്ങൾ ഈ കാണുന്ന മുടിയെല്ലാം പോയിട്ട് തിരിച്ചു വന്ന മുടിയാണ്. എല്ലാ മുടിയും പോയി കഴിഞ്ഞിട്ട് വന്ന മുടിയാണ്. ട്രീറ്റ്മെന്റിൻ്റെതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും വേദനകളും സഹിച്ചു. പലപ്പോഴും ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കർത്താവ് എന്തിനാ ഞാനിങ്ങനെ ജീവനോടിരിക്കുന്നത്? അങ്ങനെയുള്ള കഷ്ടതയുടെ എല്ലാ അനുഭവങ്ങളിലും വാസ്തവമായി കർത്താവ് എൻ്റെ അടുക്കൽ വന്ന് ഇരുന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു മാതാവ് ആശ്വസിപ്പിക്കുന്ന പോലെ, ഒരു പിതാവ് മാറോട് ചേർത്ത് നിൽക്കുന്നത് പോലെ കർത്താവിനെ മാറോട് ചേർത്ത് നിന്ന്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ മാതാവും പിതാവും നിങ്ങളെ ഉപേക്ഷിച്ചു, അല്ല നിങ്ങളുടെ കുടുംബക്കാരൻ നിങ്ങളെ ഉപേക്ഷിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തുവാനായിട്ട് ഇത് പറയുന്നു. അപ്പനും അമ്മയും ഒക്കെ നമ്മളെ ഉപേക്ഷിക്കാം, എന്നാൽ കർത്താവ് ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, ഒരു നാളും കൈവെടിയുകയില്ല. അവൻ വാക്ക് മാറാത്തവനാണ്. അവൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കില്ല. അവൻ നമ്മളെ ചേർത്ത് നിർത്തുന്ന കർത്താവാണ്. ആ കർത്താവിന്റെ വലിയ സ്നേഹത്തിനായി ഞാനിന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. അതിനുശേഷം എൻ്റെ ക്രിസ്തീയ ജീവിതം എളുപ്പമുള്ള ക്രിസ്തീയ ജീവിതമല്ലായിരുന്നു. പല ശോധനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിൽ കൂടെ ഞാൻ കടന്നുപോയി. BSc കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പഠിച്ചിരുന്ന എനിക്ക് കീമോയുടെയും റേഡിയേഷൻ്റെയും സൈഡ് എഫക്റ്റ് കൊണ്ടുവന്നിരുന്ന ഒരു ന്യൂറോ പ്രോബ്ലം കൊണ്ട് എനിക്ക് എൻ്റെ പഠിത്തം ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വന്നു. ഞാൻ പിന്നെ BBA എടുത്ത് പഠിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം കാരുണ്യ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA പാസ്സാകുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. ക്യാൻസർ വന്ന് സൗഖ്യമാക്കിയ ഒരു വ്യക്തിയെ, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ വിവാഹം എന്ന് പറയുന്നത് ഒരു അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നുമില്ല. കാരണം അങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് ഒരിക്കലും എൻ്റെ മനസ്സിൽ ഇല്ലായിരുന്നു. എന്നാൽ 2006 ഡിസംബർ മാസം 28 ഞങ്ങളുടെ വിവാഹം നടക്കുവാനായിട്ട് ഇടയായി. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അവർ ആലോചനയുമായിട്ട് വന്ന്, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്, ഞങ്ങളുടെ വീടുകൾ അറിയാവുന്നതാണ്. അങ്ങനെ വന്ന് കല്യാണം ആലോചിച്ച് ഞങ്ങളുടെ വിവാഹം നടക്കുവാനായിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. നമ്മൾക്ക് അസാധ്യം എന്ന് കരുതുന്നത് ദൈവത്താൽ സകലതും സാധ്യം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ MBAക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ കോഴ്സ് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് 3rd സെമസ്റ്റർ പഠിക്കുമ്പോഴായിരുന്നു ഞങ്ങളുടെ കല്യാണം. അത് കഴിഞ്ഞൊരു സെമസ്റ്റർ ഉണ്ട്, അത് ഫിനിഷ് ചെയ്യാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. ഞങ്ങളുടെ ബാച്ചിൽ ആദ്യം വിവാഹം കഴിഞ്ഞവരിൽ ഒരാളാണ് ഞാൻ. ഹല്ലേലൂയ. ലോകത്തിൽ നമ്മൾ നോക്കിയാൽ ഒരിക്കലും അത് നടക്കത്തില്ല. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കാത്ത ആ വിഷയത്തിന് വേണ്ടി പോലും എൻ്റെ സ്വർഗത്തിലെ പിതാവ് എനിക്ക് വേണ്ടി കരുതി. ഹല്ലേലൂയ. നമ്മൾ സേവിക്കുന്ന ദൈവം എത്ര നല്ലവൻ. ഹല്ലേലൂയ. നമ്മൾ നമ്മളെക്കുറിച്ച് ഓർക്കുന്നതിനേക്കാളും കർത്താവ് നമ്മളെക്കുറിച്ച് ഓർക്കുന്നവനാ. ഹല്ലേലൂയ, സ്തോത്രം. അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് എഞ്ചിനീയറാണ്. അദ്ദേഹം ഇവിടെ മിഷിഗണിൽ അന്നേരം അദ്ദേഹത്തിനൊരു പ്രോജക്റ്റായി വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ 2007 ഒരുമിച്ച് 2007 മിഷിഗണിലേക്ക് വരുവാനായിട്ട് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. അപ്പം അച്ചാച്ചന് കല്യാണത്തിനെല്ലാം ഉറപ്പിച്ചപ്പം മുതൽ ഞങ്ങളെ 2 കുടുംബങ്ങളെയും അറിയാവുന്ന പലരും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുക്ക പറഞ്ഞൊരു കാര്യം, പെൺകുട്ടി നല്ല കുട്ടിയാണ്, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ക്യാൻസർ വന്ന് ട്രീറ്റ്മെൻ്റ് എല്ലാം എടുത്താണ്, നിനക്ക് ഒരിക്കലും കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല അവളിൽ കൂടെ, അപ്പം നീ കാണിക്കുന്നൊരു മണ്ടത്തരല്ലേ. അപ്പം എൻ്റെ ഭർത്താവ് പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കൊരു പ്രേരണ തന്ന പ്രകാരമാണ് ഈ ആലോചന ഇങ്ങോട്ട് പോയത്. അപ്പൊ ദൈവത്തിന് ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണ്ട എന്നാണെങ്കിൽ ദൈവത്തിന്റെ ഹിതം അനുസരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം ഇതെന്റെ മനസ്സിൽ എപ്പോഴും കിടപ്പുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴും. അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ മിഷിഗണി വന്നപ്പം മുതലേ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവേ, മനുഷ്യരെല്ലാം പറഞ്ഞ് എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ലെന്ന്, എന്നാൽ നിനക്ക് അസാധ്യമൊന്നുമില്ല, നീ തൊട്ടാൽ അത് സംഭവിക്കും.
ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, കുടുംബാംഗങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ സഭ പ്രാർത്ഥിച്ചു. വിവാഹം കഴിഞ്ഞ് 3.5 വർഷത്തിന് ശേഷം 2010 ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിയുവാനിടയായി. 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് പ്രഗ്നന്റ് ആണ്. ട്രിപ്ലെറ്റ്സ് ആയിരുന്നു 3 കുഞ്ഞുങ്ങള്, 2 ആണും 1 പെൺകുഞ്ഞും. അങ്ങനെ 3 കുഞ്ഞുങ്ങളാണെന്ന് അറിയുവാനായിട്ടിടയായി. വളരെ സന്തോഷം. എല്ലാ സഭയ്ക്ക് സന്തോഷം, വീട്ടുകാർക്ക് സന്തോഷം, ഞങ്ങൾക്ക് വളരെ സന്തോഷം. അങ്ങനെ ഇരിക്കവേ 16 ആഴ്ചയായി കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ചെക്കപ്പിന് ഞങ്ങൾ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സെർവിക്സ് ഒന്ന് ചെക്ക് ചെയ്യണം, കാരണം 3 കുഞ്ഞുങ്ങളായതുകൊണ്ട് സെർവിക്കൽ ഷോർട്ടനിങ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പം ഡോക്ടർ പറഞ്ഞു നിന്റെ സെർവിക്സ് ഓൾറെഡി ഷോർട്ടാ, ഏതാണ്ട് 1 സെന്റിമീറ്ററേ ഉള്ളൂ, നമുക്ക് 3 സെന്റിമീറ്റർ എങ്കിലും വേണം ആ സമയത്തൊക്കെ, അല്ലെങ്കിൽ ഡൈലേറ്റ് ചെയ്യുക ഓൾറെഡി. അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് എളുപ്പം സ്റ്റിച്ച് ഇടണം, അല്ലെ കുഞ്ഞുങ്ങൾ ഏത് സമയത്തെങ്കിലും പോയത്. 16 ആഴ്ച 4 മാസം ആയതേ ഉള്ളൂ. പെട്ടെന്ന് അവർ എനിക്ക് സ്കെഡ്യൂൾ ചെയ്ത് എനിക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു ഫുൾ ബെഡ് റെസ്റ്റ് എടുക്കണം, ജസ്റ്റ് ബാത്റൂമിൽ പോകാൻ വേണ്ടി മാത്രം എഴുതുക. അവർ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കേട്ടു. അത് കഴിഞ്ഞിട്ട് 1.5 ആഴ്ച കഴിഞ്ഞ് തിരിച്ചെല്ലാം പറഞ്ഞു. 1.5 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോഴും സ്റ്റിച്ചിന്റെ മേളിൽ കൂടെ പിന്നെ ഞാൻ ഡൈലേറ്റ് ചെയ്യുക, ഷോർട്ടൻ ആവുക. അപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞുങ്ങൾ ഏത് സമയത്തും വരും, അവർ പിന്നെയും ഒരു സ്റ്റിച്ച് ഇടാമെന്ന് പറഞ്ഞു. അപ്പം നമുക്കിതൊന്നും അറിയത്തില്ല, ഞങ്ങൾ ചെറുപ്പമാ, ആദ്യത്തെ കുഞ്ഞുങ്ങളാ, നമ്മുടെ വീട്ടിലൊന്നും ആർക്കും അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ വന്നിട്ടില്ല. അപ്പം ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്നും മെഡിക്കൽ ഫീൽഡിലല്ല, അറിയത്തില്ല നമുക്ക്. ഡോക്ടേഴ്സ് എന്ത് പറഞ്ഞു അതുപോലെ നമ്മളും കേട്ടു. ഞാൻ പറഞ്ഞു ഓക്കെ, അന്ന് അതിന്റെ മേളിൽ കൂടെ സ്റ്റിച്ച് ഇടണമെങ്കിൽ ഒപ്പിട്ട് കൊടുത്ത് അവർ സ്റ്റിച്ച് ഇടാമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് സ്റ്റിച്ചിന് കൊണ്ടുപോയപ്പോൾ ആദ്യത്തെ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് ഞാൻ ഇറങ്ങി വന്നു. 2ാമത്തെ സ്റ്റിച്ചിന് എന്നെ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അനസ്തേഷ്യോളജിസ്റ്റ് ചോദിച്ചു ഫുൾ അനസ്തേഷ്യ തരുക, മറ്റേത് നടുവിന് തന്നതേ ഉള്ളൂ, എപ്പിഡ്യൂറൽ തന്നതേ ഉള്ളൂ. ഞാൻ അവയ്ക്കായിരുന്നു ആദ്യത്തെ. 2ാമത്തേനും പറഞ്ഞില്ല അങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല, കാരണം ഇത് 2ാമത്തെ, അതുകൊണ്ട് നീ ഫുള്ളി ഔട്ടാവും. ഞാൻ പറഞ്ഞു എന്നോട് ആരും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഓക്കെ അത് ചെയ്യാനാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ എന്ന് പറഞ്ഞ് സൈൻ ഇട്ട് കൊടുത്തു. അവർ ചെയ്തു. ഉണർന്നു കഴിഞ്ഞ് എനിക്ക് ഓർമ്മയുള്ളൂ അതിഭയങ്കരമായ നടുവേദനയാണ്, ഭയങ്കര വേദന. ഞാൻ ഒരുപാട് പെയിൻ ടോളറേറ്റ് ചെയ്യുന്ന ഒരാളാ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര, അവർ പറഞ്ഞ് സ്റ്റിച്ച് ഇട്ടതിൻ്റെ ഇതാന്ന് പറഞ്ഞു. അങ്ങനെ വാർഡിലോട്ട് മാറി. എന്നിട്ടും എനിക്ക് വേദന മാറുന്നില്ല, എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, പക്ഷെ പുറത്തുനിന്ന് ഭയങ്കര വേദനയാണ് നടുവിൻ്റെ ആ ഭാഗത്ത് നിന്ന്. അങ്ങനെ വേദനയായി ഡോക്ടറെല്ലാം ഡോക്ടർ പറഞ്ഞു കുഞ്ഞുങ്ങൾക്കൊന്നും കുഴപ്പമില്ല, ഇപ്പം സ്റ്റിച്ച് ഇട്ടു, 3 കുഞ്ഞുങ്ങളുണ്ട് അതുകൊണ്ടാ എന്നെല്ലാം പറഞ്ഞ് ഇവര് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വീട്ടിലോട്ട്. ഒക്ടോബർ മാസം 2010 ഒരു ശനിയാഴ്ച ദിവസമാണ് ഞാൻ വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്നിട്ട് എനിക്ക് കിടക്കത്തില്ല, ബെഡേ കിടന്ന് അതിഭയങ്കരമായിട്ട് നടുവിൻ്റെ ആ ഭാഗത്ത് വേദന. എവിടെയാന്ന് തൊട്ട് പറയാൻ വേദന എനിക്ക് പറയാൻ അറിയത്തില്ല, പക്ഷെ അതിഭയങ്കരമായ വേദനയാണ്. എൻ്റെ ഭർത്താവ് മെഡിസിൻ തന്നു, പ്രഗ്നൻസി തരാവുന്നൊക്കെ തന്നു, ഹോട്ട് വാട്ടർ ബാഗ് വെച്ചു, പെയിൻ കില്ലർ പോലെ പെരട്ടുന്ന മരുന്നുകളെല്ലാം അവർ പറഞ്ഞതെല്ലാം പെരട്ടി. ഞാനിങ്ങനെ ഹീറ്റ് പാഡ് കിട്ടി. ഹീറ്റ് പാഡ് സാധാരണ മണിക്കൂറുകൾ നിൽക്കുക, നമ്മൾ സാധാരണ വേദനയില്ല വെച്ചാൽ പൊള്ളു, അതുപോലെ ഉള്ള ഹീറ്റ്. അതൊരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കരച്ചില്ല, കാരണം അതുപോലെ വേദനയാണ്. ജസ്റ്റ് രാത്രി മൊത്തം ഇരുന്നു എനിക്കിങ്ങനെ ഹോട്ട് വാട്ടർ ബാഗ് വെള്ളം ചൂടാക്കി തിരുമ്മി പറയും എന്താടി ഇങ്ങനെ വേദന എടുക്കുന്നത്. അവരോട്ട് വിളിക്കുമ്പോൾ അവർ പറയുന്ന എക്സ്ക്യൂസ് 3 കുഞ്ഞുങ്ങളുണ്ട്, നീ സ്റ്റിച്ചിട്ടിട്ടുണ്ട്, അതാണ് ഇങ്ങനെയാണ്. അപ്പം നമുക്കും അറിയത്തില്ല, നമ്മളവർ പറയുന്നത് വിശ്വസിച്ചു. അങ്ങനെ 2 ദിവസം ഞങ്ങൾ അങ്ങനെ നിന്ന്. ഒരു ചൊവ്വാഴ്ച ദിവസം ആചാച്ചൻ്റെ ഫ്രണ്ടും ഫാമിലിയും കൂടെ എന്നെ കാണാനായിട്ട് കുറച്ച് ഭക്ഷണമായിട്ടെല്ലാം വന്നു. അവർ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സന്ധ്യ ആയപ്പോൾ ഞാൻ വളരെ വളരെ പനിച്ച് ഷിവർ ചെയ്യാൻ തുടങ്ങിയപ്പം എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് അവരെ വിളിച്ചു, ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ അവരിത് തന്നെ. പിന്നെ അവർ പറഞ്ഞു അവൾക്ക് ടൈലിനോൾ കൊടുക്കും, മോട്ടറിങ് കൊടുക്കാതെ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞോളൂ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കും, പ്രൂഫും കൊടുക്കാൻ പറ്റത്തില്ല, ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും അവളെ, ഇനി എനിക്ക് ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ പെട്ടെന്ന് അപ്പം മിഷിഗണ് തണുപ്പുള്ള സ്ഥലമാണ്. അപ്പം ഞാൻ വീട്ടിലിരുന്നൊരു നൈറ്റി പോലെ ഇട്ടുകൊണ്ട് നിൽക്കുക. എന്നെ ഒരു സ്വെറ്റർ ഇടയിക്കാൻ അച്ചാച്ചൻ 1/2 മണിക്കൂർ എടുത്ത്. അതുപോലെ ഞാനിങ്ങനെ ആലില പോലെ വിറയ്ക്കാൻ നമ്മൾ പറയത്തില്ല, അതുപോലെ എനിക്ക് നിൽക്കത്തില്ല, നിൽക്കാൻ വയ്യാതെ വിറയ്ക്കുക. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായി കാര്യം ഇത് വിഷയം പ്രശ്നമാണെന്നുള്ളത്. പെട്ടെന്ന് എൻ്റെ വൈറ്റൽസ് എടുത്ത് ബ്ലഡ് പ്രഷർ എടുത്ത് 70/40 ഉള്ളു. അവർ മാറി അപ്പാരറ്റസ് നോക്കി എടുത്തു. അവരുടെ അപ്പാരറ്റസ് തെറ്റാന്ന് വിചാരിച്ച് 1 മണിക്കൂറിന് സെപ്സിസിൻ്റെ എല്ലാ സിംറ്റംസും ഞാൻ കാണിക്കാൻ തുടങ്ങി.
അവർ ചെയ്ത സ്റ്റിച്ചിൽ കൂടെ ഈക്കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയ എൻ്റെ ബ്ലഡ് സ്ട്രീമിൽ കൂടെ പോയി എൻ്റെ ബോഡി മൊത്തം ഷട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് ഇവിടെ അതിന് കോഡ് ബ്ലൂ എന്നാണ് പറയുന്നത്, കാർഡിയാക്ക് എനി ടൈം അറസ്റ്റ് വരാവുന്ന ഇതിനാണ് കോഡ് ബ്ലൂ എന്ന്. പെട്ടെന്ന് അവർ എന്നെ സ്ട്രക്ചറെ കയറ്റി എന്നെ കാർഡിയാക്ക് ICUയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് കുറച്ച് നിമിഷം കഴിഞ്ഞപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ ചുറ്റും നോക്കിയിട്ട് എനിക്ക് ആളുകളെ ഒന്നും കാണുന്നില്ല, ശ്വാസം മുട്ടുക. അപ്പോൾ ഡോക്ടർ 10-13 ഡോക്ടേഴ്സ് നിന്ന നിപ്പിലാണ് റൂമിലോട്ട് കയറി വന്നിട്ട് പറഞ്ഞു, നിനക്ക് ഹെൽപ്പ് വേണം, നിനക്ക് തന്നെ ശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ കുഞ്ഞുങ്ങളോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഡോക്ടറിനെ പെട്ടെന്ന് വിളിക്കാൻ പറഞ്ഞു. എൻ്റെ ഗൈനക്കോളജിസ്റ്റിനെ വെച്ച് ഗൈനക്കോളജിസ്റ്റ് ഓടിപ്പിടിച്ച് അവർ അൾട്രാസൗണ്ട് മെഷീനുമായിട്ട് ഓടിപ്പിടിച്ച് പോർട്ടബിൾ അൾട്രാസൗണ്ടും കൊണ്ട് വന്ന് കുഞ്ഞുങ്ങളെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഒരു കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഇല്ല, അത് മരിച്ചുപോയി. മറ്റേ 2 കുഞ്ഞുങ്ങളുടെയും ഹാർട്ട് ബീറ്റ് വളരെ ഫീബിളാണ്, വളരെ ചെറുതായിട്ടേ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യെ പിടിച്ച് ഞാൻ അജാശനോട് പറഞ്ഞു, എന്താ അജാശ നമുക്കിങ്ങനെ മാറി മാറി കഷ്ടത വരുന്നെന്ന് പറഞ്ഞ് കരഞ്ഞത് മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. പിന്നുള്ള 9 ദിവസം ഞാൻ വെന്റിലേറ്ററിലായിരുന്നു. ജീവനും മരണവുമായി പോരാടി ഒരിക്കലും രക്ഷപ്പെടത്തില്ല എന്ന് എൻ്റെ വീട്ടുകാരും എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ ഡോക്ടേഴ്സും പറഞ്ഞ സ്ഥാനത്ത് നിന്ന് സഭയുടെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന കൊണ്ട് 9ാമത്തെ ദിവസം ഞാൻ കണ്ണു തുറന്നു. ഹല്ലേലൂയ, സ്തോത്രം. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ലോകമെമ്പാടുമുള്ള വിശുദ്ധരായ ജനങ്ങൾ ഒരുപാട് പേര് പ്രാർത്ഥിച്ചു. ഇന്ന് പലയിടത്തും പോയി ഞാൻ സാക്ഷ്യം പറയുമ്പോൾ പലരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, എന്നെ അറിയാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പലരെയും കാണുവാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം തന്നു. അങ്ങനെ വളരെ വളരെ അധികമായി ജനത്തിൻ്റെ പ്രാർത്ഥനയും കണ്ണുനീരും കൊണ്ട് യേശു കർത്താവ് എന്നെ വന്ന് തൊട്ട് 9ാമത്തെ ദിവസം കണ്ണു തുറക്കുവാൻ ദൈവന്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. എന്നാൽ കുഞ്ഞുങ്ങൾ 3 പേരെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഞാൻ അറിഞ്ഞില്ല. ഞാൻ കോമായി കിടക്കുമ്പോഴാണ് അവര് 3 കുഞ്ഞുങ്ങളെയും എടുത്ത് പ്രസവിക്കുകയാണ് ചെയ്തത്. അവർ കുഞ്ഞുങ്ങളെ എടുത്തു, ഞാനത് അറിഞ്ഞില്ല. അങ്ങനെ ഞാൻ ഉണർന്നു കഴിഞ്ഞ് എല്ലാവരുടെയും ഏറ്റവും വലിയ ചോദ്യം ഞാൻ എങ്ങനെയാണ് ഇതിനെല്ലാം ഫേസ് ചെയ്യുമെന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചോദ്യം. സിസ്റ്റർ പറഞ്ഞല്ലോ യേശു കർത്താവ് തൊട്ടെന്ന്, വല്ല എന്തെങ്കിലും ദർശനം വല്ലതും കണ്ടോ അതോ അല്ലാതെ സൗഖ്യമായി? ഇല്ല, സൗഖ്യമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞോടെ ഞാൻ ആദ്യം എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു കുഞ്ഞുങ്ങൾ എന്തെന്ന്. കാരണം 5 മാസത്തോളമായി 18 ആഴ്ചയും 3 ദിവസം ആയപ്പോഴാണ് കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ വയർ ഇത്രയും ഉണ്ടേ, 3 കുഞ്ഞുങ്ങളില്ലേ, അപ്പോൾ വയർ ഇത്രയും ഉണ്ട്. പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നപ്പം വയറൊന്നും കാണുന്നില്ല, എല്ലാം ചൊങ്ങി. അപ്പൊ ഞാൻ അച്ചാച്ചൻ്റെ അടുക്ക ചോദിച്ചു, എന്താ കുഞ്ഞുങ്ങൾ എന്തി? അപ്പൊ അച്ചാച്ചൻ പറഞ്ഞു, അവര് നീ ഒത്തിരി സിക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിന്നെ പോലും കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല, കുഞ്ഞുങ്ങൾ നമുക്ക് പോയെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല, ഞാൻ കരഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ എൻ്റെ മുഖം അങ്ങ് തിരിച്ചു. വേദന കടിച്ച് അമർത്തിയ ദിവസങ്ങളായിരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, ദൈവത്തിന്റെ വചനം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിനെ എൻ്റെ മേൽ പകർന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ജീവിതം തന്നെ ഞാനൊന്ന് അവസാനിപ്പിച്ചേനെ. കാരണം അത്രമേൽ കഠിനമായ ഹൃദയവേദനയിൽ കൂടെ കടന്നുപോയ ദിവസമാണ്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് 3 കുഞ്ഞുങ്ങളില്ലായിരുന്നു, ഒരാളെ നിനക്ക് തരത്തില്ലായിരുന്നു, എല്ലാവരെയും നീ എടുത്തു കളഞ്ഞില്ലേ, നീ അറിയാതല്ലല്ലോ ഇതൊന്നും സംഭവിച്ചത്. ദൈവസന്ധി ഞാൻ ഒരുപാട് കരഞ്ഞ ദിവസങ്ങളാണ്. തന്നെത്താനെ ഞാൻ ആരുടെയും മുന്നിൽ കരഞ്ഞിട്ടില്ല. അപ്പം എല്ലാവരും ചർച്ചിലുമുള്ള എല്ലാവരും എൻ്റെ അടുക്ക പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് വീട്ടിലെ ഏറ്റവും ഇളയ മകനാണ്. അപ്പം അവരെല്ലാം വളരെ ലാളിച്ച് വളർത്തി. ഇങ്ങനൊരു ബുദ്ധിമുട്ടിൽ കൂടെ പോയി ഷിജു ഒത്തിരി ധൈര്യമായിട്ട് നിന്നു. ഇത്രയും 3 കുഞ്ഞുങ്ങൾ പോയി നിന്നെ കിട്ടുമെന്ന് വിചാരിച്ചല്ല, അതുകൊണ്ട് നീ അവന് ധൈര്യം കൊടുത്ത് നീ ധൈര്യമായിട്ട്. ഞാൻ കരഞ്ഞില്ല. ഞാൻ ഉണർന്നു കഴിഞ്ഞ അജാഷൻ എന്നെ കൈ പിടിച്ച് ഒരുപാട് കരയുകയും പറയുകയൊക്കെ ചെയ്തു സംഭവങ്ങൾ. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ വിവരങ്ങളാണ് എനിക്കറിയാമെന്ന്. എൻ്റെ വൈറ്റൽസ് എല്ലാം ഒത്തിരി വളരെ ബുദ്ധിമുട്ടോടുകൂടെ പോവുകയും ഞങ്ങളുടെ തന്നെ ചർച്ചിലുള്ള പല മെഡിക്കൽ ഫീൽഡിലുള്ള വർക്ക് ചെയ്യുന്ന ICUയിൽ വർക്ക് ചെയ്യുന്ന പലരും പറഞ്ഞു, ഇത്ര അധികം മെഡിസിൻസ്, ഇത്ര ഹൈ ഡോസിലുള്ള മെഡിസിൻസ് ഒരാളുടെ മേൽ ഉപയോഗിക്കാമെന്ന് അന്നാണ് അവരറിയുന്നത്. കാരണം അതുപോലെ അവരെങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കണമെന്ന് വിചാരിച്ച് ഡോക്ടർമാരും നഴ്സസ്മാരും എല്ലാം പരിശ്രമിച്ചു. അച്ചാച്ചൻ്റെ അടുക്ക മെയിൻ ഡോക്ടർ പറഞ്ഞത് ഓരോ മണിക്കൂറിന്റെ പ്രോഗ്രസ്സേ പറയാനൊക്കെ. ഒരു ദിവസത്തെ നമ്മൾ പറയത്തില്ല 24 മണിക്കൂർ, 72 മണിക്കൂർ, 48 മണിക്കൂർ കഴിഞ്ഞ് പറയാം. എൻ്റെത് ഓരോ മണിക്കൂർ വെച്ച്
പറയാനൊക്കത്തുള്ളായിരുന്നു. 4 ലക്ഷം. അതുപോലെ ക്രിറ്റിക്കലായി ഏത് സമയവും കാർഡിയാക് അറസ്റ്റ് വരേണ്ട സ്ഥാനത്തുനിന്ന് ദൈവം അത്ഭുതകരമായിട്ടാണ് സഭയുടെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന കൊണ്ട് ഞാൻ വിടുതൽ പ്രാപിച്ചത്. നവംബർ മാസത്തിലാണ് ഞാൻ നവംബർ 4-ാം തീയതി 2010 ഞാൻ കണ്ണ് തുറക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത 2 ആഴ്ച 56 ഡോസസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ആണ് എൻ്റെ ശരീരത്തിൽ കൂടെ അവർ കയറ്റി ഇറക്കേണ്ട വന്നത്. കാരണം ഈ കൊളൈ ബാക്ടീരിയ എല്ലാം ഫ്ലഷ് ഔട്ട് ചെയ്യണമല്ലോ, അതെല്ലാം ഹീലാകണം. അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഈ സെപ്സിസിൻ്റെ എല്ലാം കൂടെ സൈഡ് എഫക്റ്റ് എനിക്ക് ഹാർട്ടിനൊരു ലീക്ക് ഉണ്ട്, വാൽവിന്. അപ്പം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. പിന്നുള്ള ചോദ്യമാണ്, ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവുമോ, ഇനി എന്ത് ചെയ്യും? കർത്താവെ, സഭ പ്രാർത്ഥിച്ചു, ജനം പ്രാർത്ഥിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചു, കുഞ്ഞുങ്ങളുണ്ടായി. എന്നിട്ട് എല്ലാവരെയും നീ എടുത്ത് ഇനി എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ വളരെ ഭാരത്തോടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ 2010 ഞങ്ങളുടെ ചർച്ചിലെ നമ്മുടെ ന്യൂ ഇയറിന് മുമ്പുള്ള ഫാസ്റ്റിംഗ് പ്രയറിന് ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. ഫാസ്റ്റിംഗ് പ്രയറിന് അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ ദൈവസന്ധിക്കാരനെ, കർത്താവേ, എനിക്ക് 3 കുഞ്ഞുങ്ങളെ നീ എടുത്തു കളഞ്ഞില്ലേ, ഇനി എനിക്ക് കാരണം പലരും എന്നോട് ചോദിച്ചു, ശാലിനി, ഒരു പക്ഷെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവല്ലെന്നായിരിക്കും ദൈവത്തിൻ്റെ ഹിതം, ഒരു ദൈവത്തിൻ്റെ ഹിതമാണ്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, ഇതിനകത്തൊക്കെ എന്താണ് നിന്റെ ഹിതം? ഞാൻ തന്നെ കൺഫ്യൂസ്ഡായി. കാരണം വിശ്വാസികളും അവിശ്വാസികളും പലരും പല അഭിപ്രായം, നമ്മളൊരു ബുദ്ധിമുട്ടുകളിൽ കൂടെ പോകുമ്പം പലരും പല അഭിപ്രായങ്ങൾ നമ്മുടെ ചുറ്റുമിരുന്ന് പറയും. ആ അഭിപ്രായങ്ങളെല്ലാം കൂടെ വന്ന് ഞാൻ തന്നെ ഓർത്ത്, കർത്താവെ, എന്താണ് നിന്റെ ഹിതം, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആകപ്പാടെ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ആ മീറ്റിങ്ങിന് പോയി ഇങ്ങനെ കരഞ്ഞ് ദൈവസന്ധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഇസഹാക്കിൽ നിന്ന് 2 തലമുറ പുറപ്പെട്ടതുപോലെ നിന്നിൽ നിന്ന് 2 കുഞ്ഞുങ്ങൾ പുറപ്പെടും. 2 കുഞ്ഞുങ്ങൾ പുറപ്പെടും. ഞാനത് വിശ്വസിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ അത് ഏറ്റെടുത്തു പ്രാർത്ഥിച്ചു. ദൈവം എൻ്റെ ജീവിതത്തിൽ അതൊരു വിടുതലാക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. 2010 ഞാൻ പറഞ്ഞല്ലോ, അവസാനമാണ് ഞാനിത് അനുഭവിക്കുവാനായിട്ട് ഇടയായത്. 2010 ഇത് സംഭവിച്ചു. 2011 ഒക്ടോബർ മാസത്തിലാണ് ഞാൻ ട്വിൻസുമായിട്ട് പ്രഗ്നൻ്റ് ആകുന്നത്. അപ്പം എല്ലാവരും അസാധ്യം എന്ന് പറഞ്ഞിരുന്നത് ദൈവത്താൽ സംഭവിച്ചു എന്ന് പറയുവാൻ ഇന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. അത് ദൈവത്താൽ മാത്രമാണ് സംഭവിച്ചത്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. അങ്ങനെ 2011 ഞങ്ങളുടെ ട്വിൻസുമായിട്ട് പ്രഗ്നൻ്റ് ആയി. എന്നാൽ ഡോക്ടേഴ്സ് വളരെ കോംപ്ലിക്കേഷൻസ് പറയുവാനായിട്ട് ഇടയായി. ഡോക്ടേഴ്സ് പറഞ്ഞു, കഴിഞ്ഞ പ്രഗ്നൻസിയിൽ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ വന്നതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അവർ വളരെ കോഷൻസ് എല്ലാം എടുത്തു. എന്നാൽ എൻ്റെയും കുഞ്ഞുങ്ങളുടെയും ജീവൻ നിലനിർത്തണമല്ലോ, 2 പേരുടെ. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ഹാർട്ടിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, പിന്നെ ആദ്യത്തെ സെർവിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതെല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് അതെല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് വളരെ അവരും വളരെ ഡോക്ടേഴ്സും വളരെ ഭാരപ്പെട്ടു, ഞങ്ങളും വളരെ ഭാരപ്പെട്ടു. 13 ആഴ്ചയിൽ അവര് ഒരു സെർവിക്കൽ സ്റ്റിച്ച് ഇടുവാനായിട്ട് ഇടയായി. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞ പോലെ തന്നെ കേട്ടു. എന്നാൽ 21ാമത്തെ ആഴ്ചയിൽ ഞങ്ങളൊരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി പോകുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, സെർവിക്കൽ സ്റ്റിച്ച് ഇട്ടതിൻ്റെ മേളിൽ കൂടെ കുഞ്ഞകത്തും പുറത്തുമായിട്ട് നമുക്ക് അകത്തൊരു മെംബ്രെയിൻ ഉണ്ട്, യൂട്രസിൻ്റെ പുറത്തോട്ട് വരുന്ന അകത്തോട്ട് ഒരു മെംബ്രെയിൻ ഉണ്ട്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങനെ, അപ്പോൾ ഏത് സമയത്തും ഞാൻ ചിലപ്പോൾ ഇപ്പോൾ എനിക്ക് ഡെലിവറി ഉണ്ടാകാം. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പെട്ടെന്ന് എന്നെ അഡ്മിറ്റ് ചെയ്ത് എന്നോട് പറഞ്ഞു, ഇനിയും പ്രസവിക്കുന്നിടം വരെ ഇവിടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ചെയ്തു.
21ാമത്തെ ആഴ്ചയിൽ എന്നെ അഡ്മിറ്റ് ചെയ്ത് അവിടെ കിടന്നു. ഞങ്ങൾ ഒത്തിരി ഭാരപ്പെട്ടു. അത് കഴിഞ്ഞ് അവിടെ കിടന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഓക്കെ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ അനക്കമൊന്നുമില്ല, അങ്ങനെ തന്നെ ഇരിക്കുക, അപ്പം നമ്മൾ അവസാനം വരെ ഫുൾ ടൈം ആവും, കുഴപ്പമില്ലായിരിക്കും എന്നെല്ലാം പറഞ്ഞു. അപ്പം ഇവിടുത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് അവര് വന്ന് നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇൻ കേസ് നമ്മൾ നേരത്തെ പ്രസവിച്ചാൽ കുഞ്ഞിന് ഇന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ അവര് ഡീറ്റെയിൽഡ് ആയിട്ട് അതെല്ലാം വന്ന് പറഞ്ഞു തരുവാനായിട്ടിടയായി. അത് വളരെ നമുക്ക് ഭാരം ഉണ്ടാക്കുന്ന, കാരണം അവര് എല്ലാ പറയേണ്ടതും പറയേണ്ടാത്തതും എല്ലാം പറയാം. അത് ഇവിടുത്തെ ഒരു മെഡിക്കൽ പ്രോട്ടോക്കോളാണ്. അപ്പൊ ഇനി പറഞ്ഞില്ല എന്ന് കംപ്ലൈന്റ് വരരുത്. അപ്പൊ എല്ലാം പറയും. അപ്പം ഓൾറെഡി ഇങ്ങനെ നമ്മൾ ഗൈനക്കോളജിസ്റ്റ് വന്ന് പറഞ്ഞു ഒരു കാരണവശാലും ഒരു സ്ട്രെസ്സും കൊടുക്കരുത്. നിയനറ്റോളജി എന്നുള്ള ഡോക്ടർ വന്ന് പറഞ്ഞു ഇപ്പൊ കൊച്ചിനെ പ്രസവിച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻ, അപ്പൊ നിങ്ങൾ റെഡി ആയിക്കോണം. അപ്പൊ സ്ട്രെസ് തരുന്ന ഒരിടത്തുനിന്ന് ഡോക്ടർ വന്ന് മറ്റിടത്തുനിന്ന് ഡോക്ടർ ഇതെല്ലാം വന്ന് പറഞ്ഞു. പക്ഷെ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി. ഞാൻ ഒത്തിരി ഭാരം ഹൃദയത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ദൈവം നടത്തും എന്നൊരു ഉറപ്പോടുകൂടിയാണ് നിന്നത്. ദൈവം തന്നെ ആ ഉറപ്പിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. എല്ലാ പ്രാർത്ഥനകളുടെയും പരിശ്രമത്തിൻ്റെയും ഒടുവിലായി എന്നിട്ടും ഞാൻ 24ാമത്തെ ആഴ്ചയിൽ എൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. എൻ്റെ ട്വിൻസ് 24 ആഴ്ചയും 6 ദിവസമുള്ളത്, കറക്റ്റ് 6th month 6ാം മാസത്തിലുള്ള കുഞ്ഞുങ്ങളാണ്. ഒരു മോളും ഒരു മോനും ഞങ്ങൾക്കുണ്ടായി. മോനുണ്ടായപ്പം 910 ഗ്രാമേ ഉള്ളൂ, മോള് 680 ഗ്രാമേ ഉള്ളൂ. നമ്മൾ അത്രയും കുഞ്ഞ് പാവ പോലുള്ള കുഞ്ഞാൻ കണ്ടിട്ടില്ല വേറെ. എൻ്റെ മോള് നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ കൊടുക്കുന്ന പാവയുടെ അത് കറക്റ്റ് 12 inches നീളം, ഒരു 1 feet നീളം, അത്രയേ ഉള്ളൂ കുഞ്ഞ്. അങ്ങനെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞുങ്ങൾ ഇത്ര ഏർലി ആയതുകൊണ്ട് അവർ കരയത്തൊന്നുമില്ല. അവർ രണ്ടുപേരും കരഞ്ഞു, ഇങ്ങനെ പൂച്ചക്കുഞ്ഞിൻ്റെ ശബ്ദം പോലെ ഉള്ളായിരുന്നു. രണ്ടുപേരും പക്ഷെ കരഞ്ഞു, എടുത്തു. പിന്നത്തെ ഒരു 108 ദിവസം ജീവിതത്തിൽ കഷ്ടതയുടെ ആഴങ്ങളിൽ കൂടെ ഞങ്ങൾ പോയ ദിവസങ്ങളാണ്. ഓരോ ദിവസവും കുഞ്ഞുങ്ങളെ കിട്ടുമോ കിട്ടത്തില്ലേ, ഒരുപാട് കോംപ്ലിക്കേഷനിൽ കൂടെ പോയി. രണ്ടുപേരും 1 മാസത്തെ മേളിൽ വെന്റിലേറ്ററിലായിരുന്നു. പിന്നെ CPAP, പിന്നെ ഒരു ഓക്സിജനോട് കൂടിയാണ് വീട്ടിൽ വന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് മോളെ നഷ്ടപ്പെട്ടു എന്ന് അച്ചാച്ചന് എൻ്റെ ഹസ്ബൻഡ് ശവസംസ്കാരം അവളെയും ശവസംസ്കരിക്കണം എന്നുള്ള ഒരു സമർപ്പണത്തിലേക്ക് പോലും വരേണ്ട അവസ്ഥ അവളുടെ ജീവിതത്തിൽ കൂടെ കടന്നുപോയി. ഡോക്ടർ അവളെ മരിച്ചു പോകും എന്ന് നിശ്ചയിച്ചിരുന്നിടത്ത് ദൈവം അത്ഭുതകരമായി അവളെ വിടുവിച്ച. അവള് വെന്റിലേറ്ററിലായിരുന്നു. ഇവർ രണ്ടുപേരും വെന്റിലേറ്റഡ് ആയിരുന്നു. വെന്റിലേറ്റഡ് ആയിട്ട് ഒരു ദിവസം, അപ്പൊ വെന്റിലേറ്റർ വഴിയാണ് ഇവർക്ക് ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഒരു ദിവസം വെന്റിലേറ്റർ ഹൈ സെറ്റിംഗിലാക്കിയിട്ടും ഇവളുടെ ഓക്സിജൻ പൊങ്ങുന്നില്ല. ഇവളുടെ ഓക്സിജൻ 40% to 50% ഒക്കെയാണ്. അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വിത്ത് വെന്റിലേറ്ററിൽ ബിറ്റ്വീൻ 85 and 90% എബോവ് വേണം ഓക്സിജൻ ലെവൽ. ഈ കുഞ്ഞ് നമ്മൾ നാട്ടിൽ പറയത്തില്ലേ വിഷം തീണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ കറുത്തിരുണ്ടു വന്നു, അതുപോലെ കൊച്ച് കറുത്തങ്ങ് നീലിച്ചു. അപ്പം അച്ചാച്ചന് എൻ്റെ ഹസ്ബൻഡ്, അപ്പം ഞാൻ എപ്പോഴും കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെ അവിടെ ഉണ്ട്. ഹസ്ബൻഡിന് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ജോലിക്ക് പോകണല്ലോ. ജോലിക്ക് പോയിട്ട് അദ്ദേഹം വൈകിട്ട് വന്ന് കുഞ്ഞുങ്ങളെ കാണും. അപ്പം ഇവർ ഡോക്ടർ വിളിപ്പിച്ചു, ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു, എളുപ്പം വാ, അവള് ഈ രാത്രി സർവൈവ് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടും വെന്റിലേറ്ററിന്റെ സെറ്റിങ്, പിന്നെ ഓസിലേറ്റർ വെന്റിലേറ്റർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അവർക്ക്. അതിങ്ങനെ അടിച്ചടിച്ചിങ്ങനെ ഇത് കൊടുക്കുന്ന ഒരു ഓസിലേഷൻ സെറ്റിങ്സ് ഉണ്ട്. അപ്പം അതുമെല്ലാം മാറ്റി, അത് ഏറ്റവും ഹയസ്റ്റ് അതെല്ലാം മാറ്റി നോക്കിയിട്ട് ഇവളുടെ ഓക്സിജൻ 40 പൊങ്ങത്തില്ല. അതിപ്പോ 1-2 മണിക്കൂറല്ല, രാവിലെ മുതൽ പിറ്റേ ദിവസം വെളുപ്പിനെ 1 മണി വരെ ഇതിങ്ങനെ ഇവരെന്തെല്ലാം ചെയ്തിട്ട് ഇവർക്കത് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണെന്ന്. അവസാനം 12 മണി ആയപ്പോൾ ഇവരുടെ മെയിൻ ഡോക്ടറിനെ ഇവർ കോഡ് ബ്ലൂ ചെയ്ത് വിളിക്കേണ്ട വന്നു. കാരണം കൊച്ചു കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. കഴിഞ്ഞിട്ട് അന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ പേര് എഴുത്തച്ഛൻ എന്ന് പറഞ്ഞൊരു തൃശ്ശൂരുകാരനാണ് അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അപ്പം ഓരോ ദിവസവും ഓരോ ഡോക്ടേഴ്സ് ആണ് ഓൺ കോൾ. അപ്പം അദ്ദേഹം ഓടി വന്നു. അദ്ദേഹമായിരുന്നു അന്നത്തെ ഓൺ കോള്. അദ്ദേഹം എല്ലാം നോക്കിയിട്ട് മനസ്സിലായി പുള്ളി. എന്നിട്ട് പിന്നെ ഒരു കസേര പോയി ഇങ്ങനെ ഇരുന്നു. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഞങ്ങൾ അകത്തെ പോടിന്ന് പ്രാർത്ഥിക്കണം, ആരെയും അങ്ങോട്ട് കയറ്റത്തില്ല. അപ്പം അന്ന് പ്രത്യേകമായിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോണും ഓഫായിപ്പോയി. എന്ത് ചെയ്താൽ ചാർജ് ചെയ്യാൻ നോക്കിയിട്ട് ചാർജ് വന്നില്ല. നമുക്ക് ആരെയും വിളിക്കാൻ, ഈ കൊച്ചിനെ ഇട്ടേച്ച് പോയി വേറെ പുറത്തു പോയി ആരെയും വിളിക്കാൻ ഞങ്ങൾ ഹോസ്പിറ്റലിനകത്ത്. അപ്പം ഞാനും അച്ഛനും കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഇന്നും ഓർക്കുന്നു,
എൻ്റെ ഹസ്ബൻഡ് ദൈവസന്നിധി പറഞ്ഞ്, കർത്താവേ, അബ്രഹാം ഇസഹാക്കിനെ യാഗപീഠത്തിന്റെ മേൽ കിടത്തിയതുപോലെ ഞാൻ എൻ്റെ കുഞ്ഞിനെ യാഗപീഠത്തിന്റെ മേൽ കിടത്തുക. നിന്റെ ഹിതം എന്താണോ അത് നടക്കട്ടെന്ന്. ഒരമ്മ എന്ന രീതിയിൽ എനിക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസം. ഞാനത്, കർത്താവെ, കഴിഞ്ഞ വർഷവും ഈ സമയത്ത് ഞാൻ 3 കുഞ്ഞുങ്ങളെ അടക്കി. ഈ വർഷം ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? എന്താ കർത്താവെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആമീൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ മേളിലോട്ട് നോക്കിയിരിക്കുന്നത് കണ്ടു. മെയിൻ ഡോക്ടർ, അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്. അപ്പൊ അദ്ദേഹം ഇടയ്ക്ക് വന്ന് അച്ചാച്ചൻ്റെ അടുക്ക പറഞ്ഞു, ഞങ്ങൾ ചെയ്യാവുന്ന എല്ലാം ചെയ്തു, നിങ്ങൾ ഇനി ഏതെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുക, എനിക്കെല്ലാം ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പോയി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞു, ലാഫിംഗ് ഗ്യാസ് ആണ് ലാസ്റ്റ് ഓപ്ഷൻ. പക്ഷെ ലാഫിംഗ് ഗ്യാസ് പാസ് ചെയ്യണമെങ്കിൽ അതിങ്ങനെ നമ്മുടെ ലങ്സിനെ വലുതാക്കുക. ലാഫിംഗ് ഗ്യാസ് പാസ് ചെയ്യണമെങ്കിൽ കുഞ്ഞിന് 1 കിലോ എങ്കിലും വേണം. ഇതിന് 650 ഗ്രാമേ ഉള്ളൂ. പക്ഷെ ഒരു ഓപ്ഷനും ഇല്ലെങ്കിൽ അവർ ലാസ്റ്റ് ഓപ്ഷനായിട്ട് ചെയ്യും കുഞ്ഞിനെ രക്ഷിക്കാൻ. പക്ഷെ അത് ചിലപ്പം രക്ഷപ്പെടും. അവൾ തീരെ ചെറുതായോണ്ട് ഇത് ചിലപ്പം കൊടുക്കുമ്പോൾ ലങ്സ് എക്സ്പ്ലോഡ് ചെയ്യാനും പൊട്ടി കൊച്ചു മരിച്ചു. അപ്പം അങ്ങനെയും സംഭവിക്കും. അപ്പം ഡോക്ടർ പറഞ്ഞു, അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് എനിക്കും അറിയത്തില്ല എന്ന് പറഞ്ഞേച്ച് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കാനൊന്നും പറഞ്ഞു ഡോക്ടർ. അന്നേരമാണ് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ മേളിലോട്ട് നോക്കിയിരിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് ചാടി അവിടെ നിന്ന് എഴുന്നേറ്റു, കസേരയെന്ന് എഴുന്നേറ്റിട്ട് നഴ്സുമാരെ എല്ലാം വിളിച്ചിട്ട് ഇദ്ദേഹം വെന്റിലേറ്റർ ഊരിയിട്ട് ഇദ്ദേഹം മാനുവലി ബാഗ് ചെയ്യാൻ തുടങ്ങി. അപ്പം പുള്ളി പെട്ടെന്ന് ചടവിട ഏതാണ്ടൊക്കെ ചോദിച്ചു, പെട്ടെന്ന് ഒരു ട്യൂബ് ഇട്ടു. നമുക്കപ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ അറിയത്തില്ല. നമ്മൾ ദൈവം എല്ലാം കഴിഞ്ഞോ എന്തോ, ഇവരെല്ലാം അങ്ങോട്ട് പെട്ടെന്ന് 5 മിനിറ്റും കൊണ്ട് ഇവിടെ ഓക്സിജൻ 40 നിന്നത് 85, 90, 100 പെട്ടെന്ന്. അപ്പം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവക്ക് വെന്റിലേറ്റർ ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ, ട്യൂബ് ഇട്ടത് അതിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ഭാഗം അവളുടെ തന്നെ മ്യൂക്കസ് കൊണ്ട് ക്ലോഗ്ഡായി. ഇവരൊത്തിരി സാക്ഷ്യം ചെയ്തിട്ട് അടിയിലുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത് ടെക്നിക്കൽ എററായിരുന്നു ആക്ച്വലി പറഞ്ഞ. ഡോക്ടർ ആ ട്യൂബ് റിമൂവ് ചെയ്തപ്പോൾ ഇവക്ക് 2.5 mm ട്യൂബാണ്. അത്ര കുഞ്ഞാവളെ. ആ 2.5 mm ട്യൂബായിരുന്നു അവൾക്ക് പറ്റുന്നത്. ഡോക്ടർ 3 mm ട്യൂബ് ഇട്ടു. അവളുടെ പുതിയ ട്യൂബ് ഇട്ടപ്പോഴത്തേക്ക് അവളുടെ ഓക്സിജൻ ഫുൾ. അപ്പൊ ദൈവം അവിടെ ഇറങ്ങി പ്രവർത്തിച്ചാണ്. ദൈവമാണ് അദ്ദേഹത്തിന് ആ ബുദ്ധി കൊടുത്ത് അങ്ങനെ ബാഗ് ചെയ്യാൻ. അത്രയും മണിക്കൂറുകൾ ആ കുഞ്ഞ് അങ്ങനെ കിടന്ന് സർവൈവ് ചെയ്തു. ആ ഓക്സിജൻ കിട്ടാതാണ് അവൾ അപ്പൊ അത്രയും നേരം കിടന്നത്. ഞാൻ പറയാൻ വന്ന കാര്യം, അദ്ദേഹം ഒരു അവിശ്വാസിയായ ഡോക്ടർ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ കൈകളിൽ കൂടെ പ്രവർത്തിക്കാൻ ദൈവം അദ്ദേഹത്തിന് പരിജ്ഞാനം കൊടുത്തെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ ജീവനോടെ കാണത്തില്ലായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് എനിക്ക് എൻ്റെ കസിൻ സിസ്റ്റേഴ്സും പലരും കുടുംബത്തിൽ ഡോക്ടേഴ്സ് ഉണ്ട്, പീഡിയാട്രീഷ്യൻസ് ഉണ്ട്. അവരെല്ലാം എന്നോട് പറഞ്ഞു, മോളെ, അവൾക്ക് ചിലപ്പോൾ ഇത്രയും നേരം ഓക്സിജൻ കിട്ടാതെ കിടന്നതുകൊണ്ട് അവൾക്ക് ചിലപ്പോൾ ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നം, ചിലപ്പോൾ അവൾക്ക് കാണത്തില്ലായിരിക്കും, ചിലപ്പോൾ അവൾക്ക് കേൾക്കത്തില്ലായിരിക്കും, ചിലപ്പോൾ അവൾ സംസാരിക്കത്തില്ല, അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തു വന്നാലും നീ അത് ധൈര്യമായിട്ട് നേരിടണം എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് അവർക്ക് 2 പേർക്കും 12 വയസ്സുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലാതെ 6ാം ക്ലാസ് കഴിഞ്ഞ് അവർ 7ാം ക്ലാസ്സിലോട്ടാണ് പോകുന്നത്. ദൈവം അത്ഭുതകരമായിട്ട് അവരെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. 108 ദിവസം അവർക്ക് അവിടെ കിടക്കേണ്ടത് വന്നു. അത് കഴിഞ്ഞിട്ടാണ് അവർ NIC ഒന്ന് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യേണ്ട വന്നത്. അത് കഴിഞ്ഞ് അനേക കോംപ്ലിക്കേഷനിൽ കൂടെ സർജറീസിൽ കൂടെ എല്ലാം അവർ പോയി. എന്നാൽ ദൈവം അതിൽ നിന്നെല്ലാം അത്ഭുതകരമായിട്ട് വിടുവിച്ചു. ഞങ്ങളുടെ മകൻ ഒരു ബ്രെയിൻ ബ്ലീഡ് ഉണ്ടായിരുന്നു. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, കുഞ്ഞൊന്ന് സെർബൽ പോൾസി കാണും, ഡൗൺ സിൻഡ്രോം കാണും, എന്തെങ്കിലുമൊക്കെ അവന് പ്രശ്നങ്ങൾ കാണും, എന്നാൽ യാതൊരു കുഴപ്പങ്ങളും ഇല്ല. ദൈവം ദൈവം അവരുടെ മേൽ കൈവച്ചത് കൊണ്ട് മാത്രമാണ് അവർ ജീവനോടെ ഇരിക്കുന്നു എന്ന് പകൽക്കാലം ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ എപ്പോഴും ദൈവത്തോട് ചോദിക്കുന്ന ഒരു മനസ്സിൽ, അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു പ്രഗ്നൻസി നിനക്ക് പാടില്ല എന്ന് പറഞ്ഞ് അത് പ്രഗ്നൻ്റ് ആകാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്തിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി ഒരു പ്രഗ്നൻസി ആയി നിനക്ക് ഹാർട്ടിന് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഒന്നീ നീ മരിച്ചുവും അല്ലെ കുഞ്ഞു മരിച്ചുവും അല്ലെ 2 പേരും മരിച്ചുവും, പിന്നെ ഒരു വെന്റിലേറ്റർ ഇൻസിഡൻറ്റ് നടക്കും, അത് നിങ്ങൾ രക്ഷപ്പെടത്തില്ല. ഇനി ഒരാണും ഉണ്ട് ഒരു പെണ്ണും ഉണ്ട്, അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങൾ അങ്ങനെല്ലാം ഇരുന്നു. കുഞ്ഞുങ്ങളെയും കൊണ്ട് ആദ്യമായിട്ട് ഞങ്ങൾ നാട്ടിൽ പോയി എൻ്റെ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടിയും
പിന്നെ എന്താ രണ്ടിടത്തെയും പേരൻസും ഒന്നും കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല. ഇവർ 1.5 വയസ്സ് കഴിഞ്ഞ് അങ്ങനെയെല്ലാം പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പം എന്തോ എൻ്റെ വയറ്റിൽ എനിക്ക് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നി. അങ്ങനെ കൊണ്ട് ഡോക്ടറിനെ കാണിച്ചപ്പോഴേ 3ാമത് പിന്നെയും പ്രഗ്നൻ്റ് ആണെന്ന് അറിയുവാനായിട്ട് ഇടയായത്. അപ്പം നമുക്കൊരു പ്രതീക്ഷയില്ല, കാരണം ഡോക്ടർ തന്ന ഈ മരുന്നെല്ലാം എടുക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും പ്രഗ്നൻസി പാടില്ല, കാരണം ഭയങ്കര റിസ്കിയാണ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്. കുഞ്ഞു മരിച്ചുവോ നീയും മരിച്ചുവോ രണ്ടുപേരും, അപ്പം അതുകൊണ്ട് അങ്ങനത്തെ അത് പാടില്ല എന്ന്. അപ്പം ഡോക്ടർ ചെന്ന ഒരു റാൻഡം ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയാ കാണിച്ച്. അവർ പറഞ്ഞു നീ പ്രഗ്നന്റ് എത്ര മാസം? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും പ്രഗ്നന്റ് ആകത്തില്ല എന്നിട്ട് എന്ന് പറഞ്ഞതാന്ന് പറഞ്ഞു. അവർ പറഞ്ഞു നമുക്ക് അൾട്രാസൗണ്ട് ചെയ്യണം, നിന്റെ ഈ ഹിസ്റ്ററി എല്ലാം വെച്ചതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് നമുക്കത്, ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമാണോ ഇതിനെ മേളിൽ കൂടെ, അങ്ങനെയെല്ലാം വളരെ ഇതെല്ലാം ചെയ്തു. അങ്ങനെ പെട്ടെന്ന് അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ 6 മാസം പ്രഗ്നന്റ് ആ കുഞ്ഞുമായിട്ട്. ഞങ്ങൾ പോലും അറിയാതെ ദൈവം അവളെ സൂക്ഷിച്ചു. പെട്ടെന്ന് നമ്മൾ ചോദിച്ചു 1 ആണോ 2 ആണോ? അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു കുഞ്ഞേ ഉള്ളൂ, പെൺകുഞ്ഞാ, 6 മാസം. അപ്പം എൻ്റെ മനസ്സിലെ എപ്പോഴും ഉള്ളൊരു പ്രാർത്ഥനയാണ്, കർത്താവേ ഞങ്ങളുടെ ചർച്ചിൽ തന്നെ ഞങ്ങളുടെ പ്രായത്തിലുള്ള പലരുണ്ട്, അവരെല്ലാം കല്യാണം കഴിച്ചു, ചിലർക്ക് കുഞ്ഞുങ്ങളാകാൻ ഇച്ചിരി ബുദ്ധിമുട്ട്, പ്രാർത്ഥിച്ചു, സഭ പ്രാർത്ഥിച്ചു, പ്രഗ്നൻ്റ് ആയി, വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ എല്ലാവരും കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. നമുക്ക് പ്രഗ്നൻ്റ് ആകാൻ ബുദ്ധിമുട്ടായിരുന്നു, ആയിക്കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ പോയി, 2ാമത് പിന്നെയും പ്രഗ്നൻ്റ് ആയി, അവരും ഇത്രയും പ്രിമച്വറായി വന്നു. കർത്താവെ സാധാരണ മനുഷ്യർ പ്രഗ്നൻ്റ് ആയി പ്രസവിക്കുന്ന പോലെ എന്തുകൊണ്ട് എനിക്ക് മാത്രം ഒന്നും പറ്റത്തില്ല? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സിലെ ഒരു ചോദ്യമായിരുന്നു ദൈവത്തോട്, എൻ്റെ മനസ്സിലെ ഒരു പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ് ഞങ്ങളുടെ ഇളയ മകള്. ഫുൾ ടേം ബേബി ആയിട്ട് യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ലേ? സർവൈക്കൽ ഇഷ്യൂസ് ഒന്നുമില്ലായിരുന്നു, ഫുൾ ടേം. അപ്പൊ ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞപ്പോ ഞാൻ ഹാർട്ടിന്റെ മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ മൈട്രൽ, ഞാൻ പറഞ്ഞല്ലോ വാൽവിന് ലീക്കേജ് ഉണ്ട്. അപ്പം പ്രഗ്നൻസി കഴിഞ്ഞപ്പോൾ മുതൽ ഡോക്ടർ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള മെഡിസിനിൽ നിന്നപ്പം കാർഡിയോളജിസ്റ്റും പറഞ്ഞ് ഈ മെഡിസിൻ എടുക്കുമ്പോൾ ഒരിക്കലും നമുക്ക് പ്രഗ്നൻസി പാടില്ല. അതുകൊണ്ടാണ് അവർ ആ മെഡിസിൻ എല്ലാം തന്നത്. കാരണം കുഞ്ഞിന് ഹാനി വരും, അമ്മയ്ക്ക് ഹാനി വരും. പെട്ടെന്ന് ഞാൻ പിന്നെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഡോക്ടറിനെ വിളിച്ചപ്പം ഡോക്ടർ എളുപ്പം അപ്പോയിൻമെന്റ് തന്നു. ഡോക്ടർ ചെന്ന് കഴിഞ്ഞപ്പം പറഞ്ഞ ഒരു കാര്യം, if God proposes, who is man to dispose? ദൈവം ചെയ്താൽ നമുക്ക് അതിൻ്റെ മേലൊന്നും ചെയ്യാം. അപ്പം പറഞ്ഞു നമ്മൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തു, എന്നിട്ട് നീ പ്രഗ്നൻ്റ് ആയി, ഇനി വി വിൽ ടേക്ക് കെയർ ഓഫ് യു, ഞങ്ങൾ നിന്നെ ടേക്ക് കെയർ ചെയ്യാം എന്ന് പറഞ്ഞു. ഇപ്പോഴും എൻ്റെ ഡോക്ടർ എന്നെ കാണുമ്പം ചോദിക്കും നിൻ്റെ ആ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലേ എന്ന്. കാരണം അവർ തന്ന മെഡിസിൻ വെച്ച്, ഞാൻ എടുത്തുകൊണ്ടിരുന്ന മെഡിസിൻ വെച്ച് ഫീറ്റസിന് പ്രശ്നമുണ്ടാക്കും. ഒരിക്കലും പ്രഗ്നൻസിയിൽ കഴിക്കാൻ പാടില്ലാത്ത മെഡിസിൻസ് ആണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാതെ കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ യാതൊരു കുഴപ്പവുമില്ല, ഊനമില്ലാത്തൊരു കുഞ്ഞിനെ ദൈവം തന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് അവൾക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജോസഫീൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഗോഡ് ഹാസ് ഇൻക്രീസ്ഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മുടെ ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു, 3 കുഞ്ഞുങ്ങളെ ദൈവം തിരിച്ചു തന്നു. അന്നെല്ലാം ഞാൻ ദൈവത്തോട് ചോദിച്ച ഒരു കാര്യമാണ്, കർത്താവേ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അന്നെല്ലാം ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനത്തിൽ എനിക്ക് ധൈര്യമായിട്ട് കിട്ടിയ വാക്യം, ദൈവത്തെ അറിയുന്നവർക്ക് നിർണയപ്രകാരം വിളിച്ചവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. റോമാലേഖനം 8:28 വാക്യം. ഞാൻ അന്നേരം ചോദിച്ചു, കർത്താവേ ഈ 3 കുഞ്ഞുങ്ങളുടെ മരണം കൊണ്ട് എന്ത് നന്മയാവുന്നത്? എന്ത് നന്മയായി 3 കുഞ്ഞുങ്ങളുടെ മരണം കൊണ്ട്? അന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ 3 കുഞ്ഞുങ്ങൾ ഉണ്ടായതിന് ശേഷം ദൈവത്തിൻ്റെ നിയോഗപ്രകാരം, ഞാൻ പറഞ്ഞല്ലോ ഞാൻ MBA കഴിഞ്ഞാണ് ഇവിടെ വന്നത്. അത് കഴിഞ്ഞു കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടായി. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അനുഭവത്തിൽ കൂടെ എല്ലാം പോയി കഴിഞ്ഞ ശേഷം മാസ്റ്റേഴ്സ് ഇൻ സൈക്കോളജി കൗൺസിലിംഗ് എടുക്കാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. ഇന്ന് അനേകരെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവരെ കൗൺസിൽ ചെയ്യുവാൻ, കുഞ്ഞുങ്ങളില്ലാത്ത അനേകരെ കൗൺസിൽ ചെയ്യുവാൻ, ക്യാൻസറിൽ കൂടെ പോകുന്ന അനേകരെ കൗൺസിൽ ചെയ്യുവാൻ, വേദനയിൽ കൂടെ പോകുന്ന അനേകർക്ക് ഒരു ആശ്വാസമാകുവാൻ ദൈവം എന്നെ ഈ പട്ടണത്തിൽ ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ജോലിയോടുകൂടെ തന്നെ അനുദിനം എൻ്റെ എടുക്ക വരുന്ന ഓരോ ക്ലയൻസിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരോട് സുവിശേഷം പറയാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യം തന്നിരിക്കുന്നു. ഈ ഞാൻ പറഞ്ഞ സാക്ഷ്യത്തിൽ ഞാൻ പോയ എല്ലാ കഷ്ടതയ്ക്കും ഒരു ഉത്തരമാണ്
എന്ന് ഞാൻ കൗൺസിൽ ചെയ്യുന്ന എൻ്റെ ഓരോ ക്ലയൻസും അവർ പോകുന്ന ഓരോ ബുദ്ധിമുട്ടുകളിലും ദൈവത്തെ അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ ഈ കൗൺസിലിംഗ് കൂടെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യമെന്ന് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും എനിക്കത് മനസ്സിലാകത്തില്ല. എന്നാൽ ഇന്ന് ഞാൻ പലരുടെയും മുന്നിൽ ഇരിക്കുമ്പോൾ അവർ പലരും എൻ്റെ അടുക്ക വരുന്നതും ഞാനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം ഞാൻ ഈ ബുദ്ധിമുട്ടിൽ കൂടെ എല്ലാം പോയതുകൊണ്ട് എനിക്കവരെ മനസ്സിലാക്കുമെന്നുള്ളതാണ് ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് സെക്യുലർ കൗൺസിലിംഗ് ഫീൽഡ് കർത്താവിൻ്റെ സുവിശേഷവും ഷെയർ ചെയ്യാൻ ദൈവം ഈ ദേശത്ത് ഈ ദേശക്കാരുടെ മധ്യത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ലായിരുന്നു ഈ ദേശത്തെ ഇവിടുത്തെ ആളുകളുടെ മധ്യത്തിൽ സുവിശേഷം പറയാൻ ദൈവം എന്നെ ഉപയോഗിക്കുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുമ്പോൾ ഓരോ ദിവസവും എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ കർത്താവിനെ സുവിശേഷീകരിക്കുവാൻ, സാക്ഷീകരിക്കുവാൻ, കർത്താവിൻ്റെ സ്നേഹത്തെ പങ്കിടുവാൻ, അതുപോലെ തന്നെ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയ അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒക്കെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നിരിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്നിരിക്കുന്ന എല്ലാ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ദൈവം ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ വൻ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, ഞങ്ങളുടെ ഇരട്ട പിള്ളേർക്ക് ഇന്ന് 12 വയസ്സ് കഴിഞ്ഞു, ഇളയ മകൾക്ക് 10 വയസ്സ് കഴിഞ്ഞു. ഒരിക്കലും അമ്മയാകത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് മക്കളുള്ളവളാക്കി എന്നെ മാനിച്ച ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. ജീവനോടെ ഒരിക്കലും ശേഷിക്കത്തില്ല എന്ന് ലോകത്തിലെ ജനം ഉറപ്പു പറഞ്ഞ സ്ഥാനത്ത് അനേകരുടെ മുന്നിൽ ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും കുഞ്ഞുങ്ങളില്ലാത്തവരായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഭാരപ്പെട്ട വിഷമിച്ച് എന്ത് ചെയ്യുമെന്ന് അറിയാതെ വേദനയോടിരിക്കുന്നെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അവൻ്റെ അടുക്കലേക്ക് വരിക. യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നുവെങ്കിൽ അവൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും. ഹല്ലേലൂയ. സങ്കീർത്തനം 23 പറയുന്നത് പോലെ യഹോവ എൻ്റെ ഇടയനാകുന്നു, അവൻ നിങ്ങളുടെ ഇടയനാണ്. നമ്മുടെ ഓരോരുത്തരെയും ഇടയനാണ്. നമ്മൾ അവനെ വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ അവൻ നമ്മൾക്ക് ഒരു നല്ല ഇടയനായി, നമ്മുടെ കൂടിയിരുന്ന് നല്ലൊരു പിതാവായി, നമുക്ക് നല്ലൊരു സഖിയായി നമ്മളെ ചേർത്ത് നിർത്തി നമ്മുടെ ഓരോ കഷ്ടങ്ങൾ നമ്മളോട് കൂടെയിരിക്കും. ഞാനിത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു. നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ എല്ലാം നമ്മൾക്ക് സുഖമായി നടക്കത്തില്ല. എന്നാൽ ഹല്ലേലൂയ, ഗോതമ്പ് മണി താഴെ വീണ് ചാകുന്നില്ല എങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുന്നില്ലേ? അധികം ഫലം പുറപ്പെടുവിക്കേണ്ടതിന് ഗോതമ്പ് മണി താഴെ വീണ് ചാകണം. അപ്പൊ നമ്മൾ പോകുന്ന ഓരോ കഷ്ടതയും നമ്മൾ ഒരു സാക്ഷ്യത്തിനായി അനേകരെ നിത്യജീവനിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ഈ അവസരം തന്ന സിസ്റ്ററിനോടും പ്രിയ ജോളി ആൻറ്റിയാണ് എന്നെ പരിചയപ്പെടുത്തി തന്നത്. ജോളി ആൻറ്റിയോടും ദൈവനാമത്തിലുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് ഒരുപാട് കഷ്ടങ്ങളുടെ അനുഭവങ്ങളിലൂടെ കടത്തിവിട്ട് ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയെക്കുറിച്ചും കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ സിസ്റ്ററിൻ്റെ ജീവിതത്തിലും കേൾവിക്കാരുടെ ജീവിതത്തിലും അതൊരു വലിയൊരു എൻകറേജ്മെൻ്റാണ്. കർത്താവ് നമ്മെ ഓരോ അവസ്ഥകളിലൂടെ കടത്തിവിടുന്നത് ഇത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനാണെന്ന് ഒരു പ്രാവശ്യം കൂടെ സിസ്റ്ററിൻ്റെ ടെസ്റ്റിമണിയിൽ നിന്ന് മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിന് സകല മാനവും അർപ്പിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് വലിയവനാണെന്ന് മനസ്സിലാകുവാനിടയായി തീരട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്റർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, ഈ സമയത്ത് ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ചും പ്രതിഷ്ഠിച്ചും പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ സാക്ഷ്യം, നിന്റെ നാമം ഞങ്ങളെ നടത്തിയ വിധങ്ങളെ സാക്ഷീകരിക്കുവാൻ നീ തന്നിരിക്കുന്ന അവസരത്തിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് ഹൃദയത്തിന്റെ
കർത്താവെ വേദന എന്ത് തന്നെയായിരുന്നാലും കർത്താവെ നീ അവരോട് സംസാരിക്കണമേ, നീ അവരോട് ഇടപെടണമേ, നിന്നെ കണ്ടുമുട്ടുവാൻ തക്കവണ്ണം കർത്താവെ ഓരോ വ്യക്തി ജീവിതങ്ങളെയും നീ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ രോഗികളായിട്ടുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പൂർണ്ണ സൗഖ്യം അവരുടെ ജീവിതത്തിന്റെ മേൽ വ്യാപരിക്കണമേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഏൽപ്പിക്കുന്ന കർത്താവെ, ഹൃദയഭാരത്തോടെ അവർ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ നീ അവരുടെ ഉദരത്തെ തൊട്ട് കർത്താവെ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ കരം അവരുടെ ജീവിതത്തിന്റെ മേൽ വ്യാപരിക്കണമേ. ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുത്ത അമ്മമാരെ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കർത്താവെ കരം അവരുടെ ജീവിതത്തിന്റെ മേൽ വ്യാപരിക്കണമേ. കുഞ്ഞുങ്ങളോട് കർത്താവ് മനസ്സലിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിവിധ ആവശ്യങ്ങളുമായി ഭാരത്തോടെ കർത്താവെ ടെസ്റ്റ് കേട്ടിട്ടുള്ള ഓരോ വ്യക്തികളും കർത്താവെ നിന്നെ കണ്ടുമുട്ടുവാൻ ഇടയാക്കണമേ. നീ അവരോട് സംസാരിക്കണമേ, നീ അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത് കണ്ടക്ട് ചെയ്യുന്ന പ്രിയ സിസ്റ്ററിനെയും നീ സഹായിക്കണം. തന്റെ ദാസിയെ നീ അത്ഭുതകരമായി വഴി നടത്തുകയും കർത്താവെ ബലപ്പെടുത്തുകയും അധികമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്ക മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് വിടുതലയച്ചിരിക്കാൻ സ്തോത്രം. മാനവും മഹത്വം എടുക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ സിസ്റ്റർ. കർത്താവ് സഹായിക്കട്ടെ.